السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കലാമായിട്ടാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശവുമായി അഖീദയുമായി ബന്ധപ്പെട്ടതാണ് ഖുർആനിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഇതാണ് നമ്മളുടെ ഉസൂലുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽപ്പെടുത്തി ആരെങ്കിലും വിശ്വസിച്ചാൽ അവന്റെ അഖീദ ശരിയല്ല എന്നർത്ഥം. അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അടിമകൾക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കത്ത് നബിയായി റസൂലായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ചപ്പോൾ അന്നവിടെ ജീവിച്ച ആളുകൾക്ക് വഴി കാണിക്കാൻ സ്വീകരിച്ച ഒന്നാമത്തേതും ഏറ്റവും വലുതുമായ ആയുധം പരിശുദ്ധ ഖുർആനായിരുന്നു. വേറൊന്നും കയ്യിലില്ല. യഥാർത്ഥത്തിൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി പ്രബോധനം ചെയ്യുമ്പം, അല്ലെങ്കിൽ ആളുകളെ ഉപദേശിക്കുമ്പം, മുഖാത്തബായ ആളുകൾ അഥവാ മക്കക്കാരായ ആളുകൾ, നമ്മൾ സാധാരണ പറയാറുണ്ട് ജാഹിലിങ്ങളായിരുന്നു എന്ന്. അല്ല, മക്ക ഖുറൈശികൾ ജാഹിലികളല്ല. എഴുതാനും വായിക്കാനും അറിയാത്ത, ലോക വിവരമില്ലാത്ത, വിവേകമില്ലാത്ത മൃഗങ്ങളെ പോലത്തെ ബധുക്കളായ, അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ താരീഖ്. മക്കത്തെ ആളുകൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എഴുത്തും വായനയും അറിയുന്നവരാണ്, ചിന്തകരാണ്, സാഹിത്യകാരാണ്. നേരത്തെ ഷെയ്ഖ് സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഇന്ന് അറബി ഭാഷ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ PhDക്ക് വേണ്ടി മുത്താലഅ ചെയ്യാനായി നിർദ്ദേശിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ചിലതിൽ നമ്മൾ വായിക്കുന്ന അറബി കവിതകൾ അന്ന്
ജാഹിലിയ്യത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലത്ത് വീട്ടിന്റെ അടുക്കളയിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വർത്തമാനങ്ങളുടെ കവിതയുടെ വാചകങ്ങളാണ് സാഹിത്യം പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന വരികൾ. അവര് വിവരമില്ലാത്ത ആൾക്കാരൊന്നുമല്ല. പക്ഷെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ആ വിവരം വെച്ച്, വിവേകം വെച്ച്, ബുദ്ധി വെച്ച്, ചിന്താശേഷി വെച്ച് അറിയേണ്ടതിനെ അറിയാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ പിഴച്ചു പോയവരാ. അതുകൊണ്ട് പടുജാഹിലികളായ ഒന്നും തിരിയാത്ത മന്ദബുദ്ധികളുടെ മുന്നിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തത് എന്നൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, അതങ്ങനെ വരുത്തി തീർക്കുന്നതാ. എഴുത്തിലൂടെ, പ്രസംഗത്തിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ. എന്തിനാണെന്നറിയോ? ഖുർആന് അങ്ങനത്തെ ഒരു 2-ാം കിട അല്ലെങ്കിൽ 4-ാം കിട കിതാബായി, പുസ്തകമായി എഴുതിത്തള്ളുന്ന ഒരു മനോഭാവം ലോകത്തിൽ ഉണ്ടാക്കാൻ. ശരിയതല്ല. അതല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ ആയുധമാക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ, ദീനിന്റെ, യഥാർത്ഥ മതത്തിന്റെ പ്രബോധനത്തിന് ഇറങ്ങിയപ്പോൾ അതിനെ ഇഷ്ടമില്ലാത്തവർക്ക് ചൊറിച്ചലുണ്ടായത്, അവർക്ക് ദേഷ്യം പിടിച്ചത്, അവര് വളരെ ശക്തമായി അതിനെതിരെ പ്രതികരിക്കാൻ നിന്നത്. അല്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഇത് കേൾക്കരുത് എന്ന് മക്കക്കാരോട് നേതാക്കന്മാര് ആവർത്തിച്ച് പ്രസംഗിച്ചു കൊടുത്തത് ഇതിനെ പേടിച്ചിട്ടാണ്. ഇത് അർത്ഥവത്താണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ്, ഇത് ബുദ്ധിപരമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഇതെങ്ങാനും ആളുകൾ കേൾക്കാനും ശ്രദ്ധിക്കാനും ഇടയായാൽ അവരുടെ ബുദ്ധി പ്രവർത്തിക്കും, അവര് ചിന്തിക്കാൻ തുടങ്ങും, അതല്ലെങ്കിൽ അവര് മനുഷ്യനായി മാറുമെന്ന ഭയമാണ് മക്ക ഖുറൈശികളെ ഇത് പറയിപ്പിച്ചത്. ലാ തസ്മഉ. പക്ഷെ ഒരു സത്യം എന്താണെന്നറിയോ? അത് ഇന്നുണ്ട്. ആ സത്യം ഇന്നും നമ്മൾ കാണുന്നുണ്ട്. അബൂജഹല്, അബൂ സുഫിയാൻ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാര് രാവിലെ ലാ തസ്മഉ എന്ന് പറയുമെങ്കിലും പാതിരാന്റെ ഇരുട്ടത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ മുറ്റത്ത് വന്നിരുന്ന് ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കും. 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് അവര് പരസ്പരം കണ്ടുമുട്ടും. അവ പറയും, നമ്മൾ ആൾക്കാരോട് കേൾക്കണ്ടെന്ന് പറയും ചെയ്യുന്നു, നമ്മൾ വന്നിട്ട് കേൾക്കും ചെയ്യുന്നു, ഇത് ആവർത്തിക്കരുത്. അങ്ങനെ പിരിഞ്ഞു പോകും. അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി. കൂട്ടത്തിലുണ്ടായ വേറൊരാളും അന്ന് ഇസ്ലാമിനോട് അടുത്തു. അന്ന് മുസ്ലിമായ ഒരാള് അബൂ സുഫിയാനോട് ചോദിച്ചു, അന്ന് നമ്മൾ ഇരുട്ടത്ത് ഇത് കേൾക്കാൻ വേണ്ടി പോയി ഇരുന്നപ്പം നമ്മളെ പരസ്പരം കണ്ട് എനിക്ക് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞല്ലോ, അന്ന് കേട്ടതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? അബൂ സുഫിയാൻ വലിയ തന്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് കുറച്ചൊക്കെ ശരിയാണ്, എന്നാലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാനെ പോലത്തെ ഒരു നേതാവ് വരെ പരിശുദ്ധ ഖുർആനിന്റെ ആ മാസ്മരികതയിൽ വീണുപോയി എന്ന ആൾക്കാർ പറയുന്ന ഭയം. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചത്. അബൂജഹലിനെ ചെന്ന് കണ്ടൊരാ ഇയാള് ചോദിച്ചു, അബുൽ ഹകം. അബുൽ ഹകം എന്ന മൂപ്പര് ശരിക്കുള്ള പേര്, വിജ്ഞാനത്തിന്റെ പിതാവ്. പിന്നീട് ഇസ്ലാം വന്നതിന് ശേഷമാണ് ജഹലിന്റെ പിതാവ് എന്ന അർത്ഥത്തില് അബൂജഹൽ എന്ന് പേര് വെക്കപ്പെട്ടത്. നിങ്ങൾ എന്ത് പറയുന്നു? അബൂജഹലിന്റെ മറുപടി എന്താ അറിയോ? വല്ലാഹി ഇന്നഹു ലഹഖുൻ, വല്ലാഹി ഇന്നഹു ലഹഖുൻ. അല്ലാഹുവാണ് സത്യം, അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് ഓതിയ വരികൾ കള്ളമല്ല. മുഹമ്മദ് ഓതിയ വരികള് മനുഷ്യനെ പിഴപ്പിക്കുന്ന വർത്തമാനങ്ങളല്ല, ഏടുന്നോ പുറക്കിക്കൊണ്ടുവന്ന വെറും വാചകങ്ങളുമല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. മുഹമ്മദ് പറയും പോലെ ആകാശ ലോകത്തിൽ നിറക്കപ്പെട്ട ഗ്രന്ഥം തന്നെയാണത്. അബൂജഹലിന് മനസ്സിലായിട്ടുണ്ട്. ശരിയാണ്, പരിശുദ്ധ ഖുർആൻ അർത്ഥവത്തായ കിതാബാണ്. കാരണം അല്ലാഹുവിന്റെ കലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ പരമമായ ലക്ഷ്യം അല്ലാഹു സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കത്തിൽ പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. വളരെ വ്യക്തമായ പ്രഖ്യാപനമാണ്. ഏ നബിയെ, ഈ ഗ്രന്ഥം, ഞാൻ അവതരിപ്പിച്ച ഈ കിതാബ്
എന്തിനാണെന്നറിയോ? അൻസല്ലാഹു ഇലൈക്, നാം താങ്കൾക്ക് ഇറക്കി തന്നത് ലിതുഖ്രിജ, അങ്ങ് പുറത്തു കൊണ്ടുവരാൻ, അന്നാസ, ജനങ്ങളെ, മിനദ്ദുലുമാതി, ഇരുട്ടുകളിൽ നിന്ന്. ശരിയാണ്, ഇരുട്ട് വ്യത്യസ്തമാണ്. ഇരുട്ട് ഒറ്റ പേരിൽ അറിയപ്പെടുന്ന ഒരു വാക്കല്ല. ആദർശപരമായി, സ്വഭാവത്തില്, അതേപോലെ തന്നെ സമ്പത്തില്, അതേപോലെ തന്നെ കുടുംബ ജീവിതത്തില്, സാമൂഹിക ജീവിതത്തില്, വ്യത്യസ്ത മേഖലകളില് പല ആളുകളിൽ നിന്നും, പല കൂട്ടായ്മകളിൽ നിന്നും, പല പ്രസ്ഥാനങ്ങളിൽ നിന്നും, പല ബുദ്ധികളിൽ നിന്നും ആളുകളെ വഴികേടിലാക്കാൻ വരുന്ന വ്യത്യസ്ത ഇരുട്ടുകളുണ്ട് ദുനിയാവിൽ. ആ എല്ലാ ഇരുട്ടുകളിൽ നിന്നും മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇലന്നൂർ, ഒരൊറ്റ പ്രകാശത്തിന്റെ വക്താക്കളാക്കണം. നൂർ ഒറ്റൊന്നേ ഉള്ളൂ, ദീനുൽ ഇസ്ലാം. നൂർ ഒറ്റൊന്നേ ഉള്ളൂ, വിജയത്തിന്റെ വഴി, സ്വർഗത്തിന്റെ രാജപാത, അള്ളാഹു തൃപ്തിപ്പെട്ട മതം. അതൊരൊറ്റ ഒന്നാണ്, അത് ദീനുൽ ഇസ്ലാമാണ്. അതിലേക്ക് കൊണ്ടുവരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഈ പറഞ്ഞ വാക്ക് ചെറുതായിട്ടല്ല ഖുർആനിന്റെ വിമർശകരെ ചൊടിപ്പിച്ചത്. നേരത്തെ ശൈഖ് അവറുകൾ സൂചിപ്പിച്ചപ്പോ പറഞ്ഞു, ഒരു കൃത്യതയില്ലാത്ത, ഒരു തർത്തീബില്ലാത്തൊരു ജീവിതം ഈ ദുനിയാവിൽ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഖുർആനിനെ വിമർശിക്കുന്നതെന്ന്. ശരിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഇരുട്ടുകളിൽ നിന്ന് ഖുർആനിലൂടെ മനുഷ്യൻ പ്രകാശത്തിന്റെ വഴിക്ക് വന്നാൽ സൃഷ്ടാവായ അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ അടിമകളായ മനുഷ്യർ മനുഷ്യരാവും, അൽ ഇൻസാനാവും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച പോലെ രണ്ട് തരത്തിലുള്ള ആൾക്കാരാവാതെയാവും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ. ആരാ രണ്ടു തരം ആൾക്കാര്? ഒന്ന് അല്ലാഹു പറഞ്ഞു, മസലുൽ ലദീന ഹമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا. അല്ലാഹു പറഞ്ഞ വാക്കാണ്, നമ്മൾ പറയുന്നല്ല. ഭൂമിയിൽ മനുഷ്യൻ അധപ്പതിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കി അനുമാനങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ശഹുവത്തുകളും പ്രചരിപ്പിക്കുന്നവരുടെ കാൽ കീഴിൽ അടിയറവ് വെച്ച് മസ്തിഷ്കത്തെ ഇഷ്ടമുള്ള വഴിക്ക് ജീവിക്കാൻ തയ്യാറായാൽ, ഖുർആൻ വരച്ചു കാട്ടുന്ന രാജപാതയിൽ നിന്ന് തെന്നിമാറിയാൽ മനുഷ്യൻ കഴുതയെപ്പോലെയായി മാറും. മനുഷ്യൻ കഴുതയെപ്പോലെയായി മാറും. കമസലിൽ ഹിമാരി, കാഫുണ്ട്, മിസിലുണ്ട്. അറബി ഭാഷ അറിയാവുന്നവർക്കറിയാം. എല്ലാ അർത്ഥത്തിലും വെറും കഴുതയാവും മനുഷ്യൻ. ഓന്റെ മുമ്പിൽ വേദോതിയിട്ട് കാര്യമില്ല. യഹ്മിലു അസ്ഫാറ, ഖുർആനിനെ തലയിൽ ചുമക്കുന്ന, ബുഖാരിയും മുസ്ലിമും തമിഴ് തലയിൽ ചുമക്കുന്ന ലക്ഷക്കണക്കിന് കിതാബുകള് വീട്ടിന്റെ സ്വീകരണ മുറിയിൽ അടുക്കി അടുക്കി വെച്ച, അതിനുള്ളകത്തെന്ത് എന്ന് ഒരു ബോധമില്ലാത്ത വെറും കഴുതയെപ്പോലെയായി മനുഷ്യൻ മാറും. അങ്ങനെ കഴുതകളാവലാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ ലക്ഷ്യം. മനുഷ്യനെ കഴുതയാക്കൽ, ഒരു ബോധമില്ലാത്ത സാധനം. ഇവരിങ്ങനെ സുഖലോലുപതയുടെ, രസങ്ങളുടെ, അതേപോലെ തന്നെ ഡോളറുകളുടെ ബംഗ്ലാവുകളിൽ, ചാരുകസേരകളിൽ അമർന്നിരുന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെന്ന ഉത്കൃഷ്ട സൃഷ്ടിയെ വെറും കഴുതകളാക്കി അതിന്റെ ഉള്ളകത്ത് സുഖിക്കുകയാണ്. അതിന്റെ ഒരു വഴി എന്താ അറിയോ? ഖുർആൻ എന്തോ സംഭവമാണ്, മോശാണ്, ശരിയല്ല എന്നങ്ങ് ചിത്രീകരിക്കുക, എന്നിട്ട് അകറ്റുക. രണ്ടാമത് അല്ലാഹു പറഞ്ഞൊരു വിശേഷണം എന്താ അറിയോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽ അൻആം. നമ്മൾ ഒരുപാട് കേൾക്കുന്ന ആയത്താണ്. തലച്ചോറുണ്ട് ആ ഇൻസാന്, പക്ഷെ ചിന്താശേഷിയില്ല. ആരോ അതിനെ തങ്ങളെക്കിട്ട് മുറുക്കിയിരിക്കുകയാണ്. ആരോ പിടിച്ച് വലിക്കുന്ന വഴിക്ക് അവൻ ഇപ്പൊ പോകുന്നത്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ചെവിയുണ്ട്, കേൾവിയുണ്ട്, കേൾക്കേണ്ടവൻ കേൾക്കുന്നില്ല. അവന്റെ നഫ്സ് എന്തോ ഒരു കേൾവിയെ രസിപ്പിക്കുന്നുണ്ട്, എന്തോ എന്ന് കേൾക്കാൻ അവനെ ആരോ ആഗ്രഹിപ്പിക്കുന്നുണ്ട്, അതാണ് അവൻ കേൾക്കുന്നത്. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് നോക്കി കാണുന്നില്ല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. ഈ രണ്ട് വിശേഷണങ്ങളിലേക്ക് മനുഷ്യൻ മാറാൻ
ഇവരാഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ആരിലൂടെ എന്നറിയോ? ഖുർആനിന്റെ ആളുകൾ എന്ന് നമ്മൾ പറയുന്ന നമ്മളിലൂടെ, മുസ്ലിം ഉമ്മത്തിലൂടെ അവരത് യാഥാർത്ഥ്യമാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ എന്ന ലോകത്തിന്റെ ഉടമസ്ഥന്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥം ജൂത പരീക്ഷകൾ അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് നല്ല ബുദ്ധിയുള്ള ബ്രില്യന്റായ യുവതി യുവാക്കളെ നല്ല ശമ്പളം കൊടുത്ത് ഇതിനു വേണ്ടി ഒരുക്കി ഇരുത്തിയിട്ടുണ്ട്. അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി മുസ്ലിം ഉമ്മത്തിലെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത്, എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, 7 പതിക്ക് അവരെ വലിച്ചെടുക്കേണ്ടത് എന്നവർ ചികഞ്ഞെടുക്കുന്നത് ഖുർആനിൽ നിന്നാണ്. പക്ഷെ മുസ്ലിമീങ്ങളായ ഞാനും നിങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ 7 അയലത്തെത്തിയില്ല. സത്യം പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറയുന്നല്ല, ആലോചിക്കാൻ പറയുന്നതാണ്. ആലോചിക്കാൻ പറയുന്നതാ. 7 അയലത്തെത്തിയില്ല. എന്തുകൊണ്ടറിയോ? അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ അസ്സലാമു അലൈക്കും, ആരും പോകരുത്, ജമാഅത്ത് ഇത് കഴിഞ്ഞിട്ട് വരെ ആരും പോകരുത്. നമസ്കാരം ജമാഅത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നായിട്ട് എല്ലാവരും കൂടി പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായ ഞാനും നിങ്ങളും അവരുടെ വിജയത്തിന്റെ കാരണക്കാരായി മാറി. സത്യാണ്. കാരണം അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ആരെന്നറിയോ? ഖുർആന്റെ ആൾക്കാർ. നമ്മളതിന്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയാണ് ഞാൻ. ആരെന്നറിയോ പരിശുദ്ധ ഖുർആനിന്റെ ആൾക്കാര്? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി. ഒരു കാര്യം എപ്പോഴും നമ്മൾ അറിയേണ്ടത് എന്താ അറിയോ? പരിശുദ്ധ ഖുർആനിലെ സംരക്ഷിക്കാനും അതിന്റെ കാവലാളുകളാവുകാനും ഭടന്മാരാവാനും നമ്മൾ ശ്രമിക്കണ്ട. ഖുർആനിനെ സംരക്ഷിക്കാൻ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ജോലിയല്ല, അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹു സ്വയം ഏറ്റെടുത്തതാ. നമുക്കതിന് പറ്റൂല. ലോകത്തിന്റെ ഏതോ ഒരു മൂലയില് പരിശുദ്ധ ഖുർആനിന്റെ ചില കോപ്പികൾ ആരോ കത്തിച്ചു, ആരോ അതിന്റെ പേപ്പറുകൾ കീറി. നമ്മൾ ഈ റോട്ടിൽ ഖുലൂ തക്ബീർ വിളിച്ചതിനെ കൊണ്ടൊന്നും നമ്മൾ ഖുർആനിന്റെ അഹ്ലുകാരാവൂല. നമ്മൾ ഖുർആനിന്റെ ഫളായിലുകൾ പ്രസംഗിച്ചാലും ഖുർആനിന്റെ ആളാവൂല. പരിശുദ്ധ ഖുർആനിന്റെ നല്ല വിലപിടിപ്പുള്ള കോപ്പികൾ സൗദിയെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് നല്ല പേപ്പർ ഇട്ട് പൊതിഞ്ഞ് വീട്ടിന്റെ വാതിൽക്കൽ എടുത്ത് വെച്ചാലും ഖുർആനിന്റെ അഹ്ലുൽ ഖുർആനാവൂല. ഹഖ്ഖ തിലാവതി എന്നല്ലാഹു പറഞ്ഞത് യാഥാർത്ഥ്യമാകും വരെ ഖുർആൻ അല്ലാഹു നോക്കിക്കോളൂ. അതുകൊണ്ടല്ലേ ദുനിയാവിൽ ഒരാൾക്കും ഖുർആനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നിയമം മാറ്റാൻ ചില ആൾക്കാർ കേസ് കൊടുക്കുക കോടതിയില്, ഖുർആനിലെ ഇന്ന ആയത്തുകള് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ശരിയാന്ന് കാണുന്നില്ല, അതൊന്നും മാറ്റണം. കോടതിക്ക് നടക്കുന്ന സംഗതിയല്ല. ഒരാൾക്കും അത് സാധ്യമല്ല. ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ അറിയോ, ജൂതന്മാര് ഒരു കളി കളിച്ചിട്ടുണ്ട് മുമ്പ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ഒരു അക്ഷരത്തിന്റെ ഒരു പുള്ളി മാറ്റാൻ. എന്താ സംഭവം എന്നറിയോ? മൂസ നബി അലിഹിസ്സലാത്തു വസ്സലാമും ഖിദ്ർ അലിഹിസ്സലാമും തമ്മിലുള്ള ആ ഒരു യാത്രയുടെ വിവരണം സൂറത്തുൽ കഹ്ഫിലുണ്ട്. അള്ളാഹു പറയാൻ, ഫൻതലഖാ ഹത്താ ഇദാ അതയാ അഹ്ല ഖർയ. അവർ ഒരു ഗ്രാമത്തിലെത്തി. ഇസ്തതഅമാ അഹ്ലഹാ. ആ ഗ്രാമവാസികളോട് ഈ രണ്ടുപേരും ഭക്ഷണം ആവശ്യപ്പെട്ടു. ഫഅബൗ അയ്യുദയ്യിഫുഹുമാ. ഈ രണ്ടുപേരെയും ആതിഥ്യമരുളാൻ ഇവർ വിസമ്മതിച്ചു. ഖിയാമത്ത് വരെ ജീവിക്കുന്ന ജൂതന്മാർക്ക് പരിശുദ്ധ ഖുർആനിന്റെ ശക്തമായ ആക്ഷേപവാക്കാണത്. 2 ദൂതന്മാരെ, 2 നബിമാരെ ആതിഥ്യമരുളാൻ വിസമ്മതിച്ച മനുഷ്യത്വമില്ലാത്ത ക്രൂരന്മാരായ ആളുകളാണ് ഈ ജൂതന്മാർ എന്ന ഒറ്റായത്തെന്ന് മനസ്സിലാവും. വെള്ളം കൊടു. ഇന്ന് നമ്മൾ ഫലസ്തീൻ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഗസയിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്തത്തിൽ ലയിച്ചതാണ്. ആയിരക്കണക്കിന് കൊല്ലത്തിന്റെ മുമ്പേ പട്ടിണിക്കിടൽ, വെള്ളം കൊടുക്കാതിരിക്കൽ, കഷ്ടപ്പെടുത്തൽ, പ്രയാസപ്പെടുത്തൽ, അത് ക്രൂരതയാണ്.
മൃഗീയമാണ് എന്നവർക്ക് തോന്നുക പോലുമില്ല. അതാ ജൂതന്മാര്. ഈ ആക്ഷേപം ഒന്ന് മാറ്റിക്കിട്ടാൻ അവര് കൂടിയാലോചിച്ച തീരുമാനം എന്താണെന്നറിയോ? അബൗ എന്ന ബാഇന്റെ താഴത്തൊരു പുള്ളി മായിച്ച് അതിന്റെ മുകളിൽ 2 പുള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ ഒരു സൂറത്തുൽ കഹ്ഫ് ഇറക്കുക. ഒരൊറ്റ പുള്ളി, അബൗ ബാഇന്റെ പുള്ളി താഴത്തുനിന്ന് മാറ്റി അതിന്റെ മുകളിൽ 2 പുള്ളി ഇട്ടാൽ എന്നായി. വലിയ പണിയൊന്നുമില്ല, കുത്തിട്ടാ മതി. അർത്ഥം എന്തായിന്നറിയോ? ഈ 2 പ്രവാചകന്മാരെയും അവർ ആതിഥ്യം അവരോട് സ്വീകരിക്കാനായി വന്നു. പക്ഷെ നടക്കൂല. ഒരു പുള്ളി മാറിയാൽ പിറ്റേന്ന് രാവിലെ പള്ളിയുടെ മിഹ്റാബിലെ ഇമാമ് അത് കൃത്യമായി പാരായണം ചെയ്ത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കും. അങ്ങനത്തെ സംരക്ഷണം അള്ളാഹു ആ കിതാബിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കണ്ട, അള്ളാഹു ഏറ്റെടുത്തോളൂ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, ഖുർആനാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവര് പ്ലാൻ ചെയ്യുന്നു, അവര് ഏർപ്പാടുകൾ ഉണ്ടാക്കുന്നു, അതിലുള്ള വഴികൾ അവർ സ്വീകരിക്കുന്നു. ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്. എങ്കിൽ അല്ലാഹു ആകട്ടെ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹ് അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾക്ക് അതെത്ര വെറുപ്പുണ്ടാക്കിയാലും ശരി. പിന്നെ നമുക്ക് എന്താ പേടി? ഖുർആൻ എന്നെ ഉണ്ടാവും ഖിയാമത്ത് നാൾ വരെ. ഒരുത്തനും തൊടൂല. അങ്ങനെ തൊടാൻ പറ്റിയ ഒരുത്തനും ഒരു ഉമ്മ ഇപ്പൊ പ്രസവിച്ചിട്ടില്ല, ഇനിയൊട്ട് പ്രസവിക്കാനും തോന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും എവിടുന്നെങ്കിലും മൈക്ക് കെട്ടിയിട്ടോ ഫേസ്ബുക്കിലോ ഒക്കെ ഉമ്മത്തിനെ പേടിപ്പിച്ചാൽ അതങ്ങനെ നെവമ്മിന്റെ ആക്കിയിട്ട് വിട്ടേക്കണം. വെറുതെ പറയുന്ന ഒരു പാഴ് സ്വപ്നമാണ്. ഇന്നലെയല്ല 1400 ചില്ലാനം വർഷത്തിന്റെ മുമ്പ് ഇവരുടെ ഉപ്പാപ്പമാര് വന്നു പരിശുദ്ധ ഖുർആനിനെ ഇല്ലാണ്ടാക്കാൻ. ഒന്നുമില്ലാണ്ടങ്ങ് പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കത് വിഷയമല്ല. വിഷയം എന്താണെന്നറിയോ? അഹ്ലുൽ ഖുർആൻ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിക്കലാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി. എന്താണ് ഈ ഹഖ്ഖ തിലാവതിഹിന്റെ അർത്ഥം? 3 കാര്യങ്ങളാണ്. അത് ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വിഷയത്തിന് അർത്ഥമുണ്ട്, ക്യാമ്പയിൻ അർത്ഥമുണ്ട്, ഈ പരിപാടിക്ക് അർത്ഥമുണ്ട്. ഇല്ലെങ്കിൽ ഇതൊരു ചടങ്ങ് മാത്രം. സത്യത ഇല്ലെങ്കിൽ ഇത് വെറും ചടങ്ങ് മാത്രമാണ്. അതിന് രസമില്ല. പ്രസംഗിക്കാൻ നേരം വെളുക്കുമ്പോൾ പ്രസംഗിക്കാൻ പറ്റൂ. നല്ല സെറ്റ് ഉണ്ടായാൽ മതി. കേൾക്കാൻ രസമുണ്ടെങ്കിൽ സുബഹ് വരെ ഇരുന്ന് കേൾക്കാനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാമിനെ അടുത്തറിഞ്ഞ ആ കിതാബിനോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കിയിട്ട് എത്ര ആൾക്കാരുണ്ടാവും? അതറിയണ്ട്. ഹഖ്ഖ തിലാവതി. ഞാൻ അടക്കം കുറ്റപ്പെടുത്തുന്നല്ല. അതിനൊന്നെന്താ അറിയോ? അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ആ കിതാബിനെ അവതരിപ്പിച്ചതുപോലെ ഓതാൻ പഠിക്കലാണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് ഈ പ്രദേശത്തുള്ള മഹല്ലത്തിലെ വീടുകളുടെ കണക്കെടുക്കണം. കമ്മിറ്റിന്റെ കൈമേൽ ഉണ്ടാവുമല്ലോ. ആ വീട്ടിലെ മെമ്പർമാരെ കണക്കെടുക്കണം. പ്രായപൂർത്തി എത്തിയ ആണുങ്ങൾ എത്ര, പെണ്ണുങ്ങൾ എത്ര, മക്കൾ എത്ര, കുഞ്ഞുങ്ങൾ എത്ര. എന്നിട്ട് ആ വീട്ടിൽ പരിശുദ്ധ ഖുർആനിന്റെ 1-2 സാധാ ഓതുന്ന സൂറത്തുകളെങ്കിലും തെറ്റാതെ കൃത്യമായി മഖ്റജുകൾ ഒപ്പിച്ച് നിയമങ്ങൾ പാലിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ ഓതുന്നവർ എത്ര പേരുണ്ടാവും? ആ കണക്കെടുക്കണം. അതാണ് ഹഖ്ഖ തിലാവതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്ര പേര് പഠിക്കുന്നുണ്ടെന്നുള്ള കണക്കുണ്ടാവും. എത്ര ആൾക്കാർ US പോയി, എത്ര ആൾക്കാർ ഇപ്പം ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്, എത്ര പേർക്ക് IAS ആയി, IPS ആയി, എത്ര ഡോക്ടർമാരായി, എത്ര എഞ്ചിനീയർമാരായി. ഇക്കണക്ക് ഓരോ കുടുംബവും എടുക്കുന്നതിന് മുന്നേ മാതാപിതാക്കൾ എടുക്കേണ്ട കണക്കേതാ അറിയോ? ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ കലാമുമായി എന്റെ വീടിനുള്ള ബന്ധം എന്താണ്? എത്ര പേര് തെറ്റാതെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്നുണ്ട്? അക്കണക്ക് കിട്ടണം. അതാ ഹഖ്ഖ തിലാവത്ത്. അതാ ഖുർആനിനോടുള്ള ഒന്നാമത്തെ ഹക്ക്. ഓതാൻ അറിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അപകടം തന്നെയാണ്. ഇസ്ലാം നേരത്തെ ശേഖ് സൂചിപ്പിച്ചല്ലോ, അദ്ദീന യുസ്റുൻ. അതെ, ദീൻ എളുപ്പമാണ്. പക്ഷെ ദീനിൽ കടുംപിടുത്തമുള്ള ചില സന്ദർഭങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ കലാമുമായിട്ടുള്ള ഉമ്മത്തിന്റെ ബന്ധമാണ്. ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇപ്പോഴും എന്താ അറിയോ? കുൽഹു അല്ലാഹ്,
ഉമ്മത്തിന്റെ അവസ്ഥ ഇതാണ്. ഇപ്പോഴും കുൽഫുവല്ലയിലാണ്. നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? ഖുർആൻ ക്ലാസ് പോയി തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. ഖൂലു തക്ബീർ, അല്ലാഹു അക്ബർ. പോരടാ, ഖൂലു 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 തക്ബീർ, അല്ലാഹു അക്ബർ. ഇത് ചൊല്ലി മുഷ്ടി ചുരിച്ച് മുദ്രാവാക്യം പഠിച്ച ചെറുപ്പക്കാരന് സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം എന്താന്ന് പോലും അറിയില്ല, വാക്കുകളുടെ അർത്ഥം പോലും അറിയില്ല, അക്ഷരം തെറ്റാതെ ഓതാൻ പോലും അറിയില്ല. പിന്നെ എന്ത് ഖുർആന്റെ ആൾക്കാരാകുമ്പോൾ? പിന്നെന്താ ഈ തക്ബീറിന്റെ അർത്ഥം? പിന്നെന്താ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഭയെ പറ്റി വർത്താനം പറയുന്നതിന്റെ അർത്ഥം? യത്ലൂനഹു ഹഖ്ഖ തിലാവതി. അറിയോ നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ ഖുർആകളായിട്ടുള്ള പ്രത്യേകം ചില ഉസ്താദുമാരുണ്ട്. അബൂ മൂസ അശ്അരി, സാലിം മൗല അബി ഹുദൈഫ, അബ്ദുല്ലാഹി മസ്ഊദ്, ഇവരൊക്കെ ഖുർആന്റെ ഖാരിഇ. റസൂലുള്ളാഹി പറഞ്ഞത് അറിയോ? അവരെടുത്ത് പോയിട്ട് ഖുർആൻ ഓതാൻ പഠിക്കും സഹാബാക്കളോട്. നമ്മളെ അഹങ്കാരം ചിലപ്പോൾ നമ്മളെ സമ്മതിക്കുന്നില്ല. ഞാൻ എങ്ങനെ പോയി ചെറിയ അടുത്ത് പോയിട്ട് പഠിക്കുക, എങ്ങനെയാ ചോദിച്ചു പഠിക്കുക? ഇതുവരെ വലിയ ഖുർആൻ ആൾക്കാരായിട്ട് നടന്നല്ലേ, ഇപ്പൊ തെറ്റു വരുമ്പോ മോശമല്ലേ? ഒന്ന് ഖുർആൻ ഇറങ്ങിയ പോലെ ഓതലാൻ, രണ്ട് പരിശുദ്ധ ഖുർആനിന്റെ മഅന അറിയലാൻ, അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഗൗരവപ്പെട്ടൊരു സാധനമാണ് പരിശുദ്ധ ഖുർആൻ. മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികാട്ടി. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും നല്ല വഴി കാണിക്കുന്ന കിതാബ്. എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നു ആ കിതാബിലൂടെ. അതെനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ലെങ്കിൽ ഏത് വഴിക്കാ ഞാൻ പോവുക? പിന്നെ എന്നെ പിഴപ്പിക്കാനും എന്റെ ആദർശം കൊള്ളയടിക്കാനും എന്നെ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തിന്റെ പടുകുഴിയിൽ തള്ളാനും പുരോഹിത വർഗത്തിന് ഈസിയല്ലേ? അതുകൊണ്ടല്ലേ ഖുർആൻ പഠിക്കൽ ഹറാമാക്കിയത്? വെറുതെയാ? ഖുറൈശികളാക്കിയതുപോലെ ലാ തസ്മഉ വെറുതെ ആക്കിയതാ? കാരണം ഇവരെ പഠിപ്പിച്ചാൽ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല വഴിക്ക് മനുഷ്യന്മാരായിട്ട് ഇവര് വരും. അതുകൊണ്ട് അടുപ്പിച്ചൂടാ. എന്തെങ്കിലും ഇല്ലാക്കതയോ അതോ ഇതോ എന്തെങ്കിലും പറഞ്ഞിട്ട് അകറ്റിക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പരിശുദ്ധ കിതാബിന്റെ അഡ്രസ് ഉണ്ടാവില്ല കേരളത്തിൽ. ഈ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായിട്ട് ഉണ്ടാക്കിയെടുത്ത വിപ്ലവങ്ങളിൽ, നവോത്ഥാന നേട്ടങ്ങളിൽ ഏറ്റവും വലുത് എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനുമായിട്ട് ഉമ്മത്തിനെ കണക്ട് ചെയ്തു എന്നതാണ്. ഖുർആൻ ക്ലാസ് പങ്കെടുക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വയസ്സത്യമാരെയും കണ്ടാൽ അത് മനസ്സിലാവും. അള്ളാഹു മുൻഗാമികളെ അനുഗ്രഹിക്കട്ടെ. അത് ചിന്തിച്ചവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ അറിയോ? കിതാബുമായി കണക്ഷൻ വന്നാൽ അതിനർത്ഥം അള്ളാഹുമായി കണക്ഷൻ ഉണ്ടായില്ല. കാരണം അതിന്റെ മഅന അറിയാണ്ട് ഇങ്ങനെ മരിച്ച വീട്ടിൽ ഓതാൻ വേണ്ടി മാത്രമുള്ള കിതാബാക്കിയില്ല പുരോഹിതന്മാര്. എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോ ഓതാൻ വേണ്ടി മാത്രമുള്ള കിതാബാക്കിയില്ലേ? വിലപിടിപ്പുള്ള സ്വർണത്തിന്റെ ലിപിയുള്ള ഖുർആൻ സൗദിയിൽ നിന്ന് വിളിച്ചു വരുത്തി നല്ല പട്ടിന്റെ തുളുമാക്കി കവറുണ്ടാക്കി വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ മുകളിൽ അലമാറന്റെ മുകളില് നല്ല ചില്ലും കൂട്ടിലിട്ട് വെച്ചാല് ആ വീട്ടില് ബറക്കത്തുണ്ടാകുമെന്ന തെറ്റിദ്ധാരണ പുരോഹിതം പരത്തിയില്ലേ? അങ്ങനെ ഈ ഉമ്മത്തി ചെയ്തില്ലേ? കാറിന്റെ ഡിക്കി ഡാഷ് ബോർഡ് തുറന്ന ഖുർആൻ ഉണ്ടാവും, പീടി പോയിട്ട് വെളുപ്പം അതിലുണ്ടാകും ഖുർആൻ, മേശന്റെ ബാക്കിലുണ്ടാകും ഖുർആൻ. രാവിലെ എഴുന്നേറ്റ് വന്ന് ഖുർആൻ എടുത്ത് വലത്തെ കണ്ണിന് വെച്ച് ഇടത്തെ കണ്ണിനും വെച്ച് തലയിലും വെച്ച് ഒരു ഉമ്മയും കൊടുത്ത് നെഞ്ചത്ത് വെച്ച് അതേപോലെ തിരിച്ചു വെച്ച് മഅസ്സലാമ. എന്ത് ബറക്കത്തായി ഉമ്മത്തിന് കിട്ടാൻ പോകുന്നത്? അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയാതെ അതറിയിച്ചത് ഈ പ്രസ്ഥാനം തന്നെയാണ്. അതെന്ത് പറഞ്ഞാലും ശരിയാണ്. ഖുർആനിനോടുള്ള ഹക്ക് മഅന അറിയലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൗഹീദുമായി സുന്നത്തുമായി ബന്ധപ്പെട്ടതിന് ശേഷം അന്ന് തൊട്ട് ഒരായത്തിന്റെ അർത്ഥം വെച്ച് പഠിച്ചു വന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന സലഫി പ്രസ്ഥാനക്കാരിൽ, നമ്മുടെ പ്രവർത്തകരിൽ, പ്രബോധകരിൽ അധികവും ഖുർആന്റെ 30 ജുസുവും അർത്ഥം അറിയുന്നവരായിരിക്കൂലേ? എന്താ നമ്മളങ്ങനെ ആയില്ല? നമ്മളങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ വേറെ ആരാ അങ്ങനെ ആവുക? നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാത് പഠിക്കുക? തൗഹീദിന്റെ രാജപാതയിലേക്ക് മെമ്പർഷിപ്പ് തന്ന് സെലക്ഷൻ കിട്ടിയ മുവഹിദുകൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇത് പഠിക്കുക? ഹഖ്ഖ തിലാവത്ത് ഓതാൻ പഠിക്കണം, മഅന പഠിക്കണം. കൈകെട്ടി അള്ളാഹുവിന്റെ മുമ്പിലാ നിൽക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോതുമ്പം
റബ്ബുൽ ആലമീൻ ആരാണ് എന്ന് ഖൽബിന്റെ ഉള്ളിൽ വരണം. അപ്പൊ കിട്ടും നിസ്കാരത്തിന്റെ ലജ്ജത്ത്. എന്താ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്. എനിക്ക് നിസ്കരിക്കാൻ നിന്ന കൺകുളിർമയാണ്. നമ്മുടെ ബാക്കിൽ നിന്നിട്ട് എന്തിപ്പോ ഇമാമ് നിർത്താത്ത, കുറെ നേരമായാലും പഠിച്ചെല്ലാം ഓതി തീർക്കുക. തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി പോയിട്ട് കൈകെട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, തമാശ പറയുന്നല്ല, റമദാൻ വരാൻ പോവാൻ. ഏക്കത്ത് കൈകെട്ടി ബംഗാളി ഇമാമായിരിക്കും. ഓനോതാൻ തുടങ്ങി. 8:45 തുടങ്ങിയതാ, 9:45 തീരണം. 9:50 9:55 തീരുന്നില്ല. ബേക്കിൽ നിൽക്കുന്നവര് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. 10 മണിക്ക് തീർന്ന്. ആരാ സെക്രട്ടറി? ഏതാ ഇമാമ്? പഠിച്ചല്ലോ ഓതി തീർക്കാൻ ഒറ്റ ദിവസം കൊണ്ട്. ഒരു ഭയങ്കര ദേഷ്യം. സെക്രട്ടറി ഇമാം വിളിച്ച്, ഇമാം സാബ് കൽ ഇത് ഐസാ നഹി പഠോ, തോടാ തോടാ പഠോ, ജൽദി സബ് കുച്ച് ചോടോ. ഉമ്മത്തിന്റെ അവസ്ഥ. ഉമ്മത്തിന്റെ മീൻസ് മുവഹ്ഹിദിന്റെ. ഷിയാക്കളെ പറ്റി നമുക്ക് എന്ത് പറയാം? ഷിയാക്കൾ ഖുർആനുമായിട്ട് എന്താ ബന്ധം? അത് മരിച്ച വീട്ടിൽ ഓതാനും പൈസ ഉണ്ടാക്കാനുള്ള ഒരു പുസ്തകമായിട്ടില്ല അതിനെ കാണുന്നുള്ളൂ. മഅദല്ലാഹ്. ഞാൻ സംസാരിക്കുന്ന തൗഹീദുള്ളവരാണ്. ഓതാൻ അറിയണം, മഅന അറിയണം. മൂന്നാമത്തെ എന്താ അറിയോ? അൽ അമൽ. അതിനനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കണം. ഇതാ ഖുർആനിനോടുള്ള ഹഖ്. ഇവരാണ് അഹ്ലുല്ലാഹി വഖാസത്തു, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സെലക്ഷൻ കിട്ടിയ ആളുകൾ. അള്ളാഹു എന്നെ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അറിഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി എന്ന് നമുക്ക് ബോധ്യപ്പെടൽ എങ്ങനെയാണെന്നറിയാം. നമ്മൾ എങ്ങനെയാണെന്നറിയോ നമ്മൾ തെളിയിക്കേണ്ടത്? വിമർശകരെ, എതിർക്കുന്നവരെ, ഖുർആനിനെ കൊഞ്ഞനം കുത്തുന്നവരെ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ ഓരോരുത്തരും, പ്രത്യേകിച്ച് തൗഹീദിന്റെ പ്രവർത്തകർ, ഈ 3 കാര്യം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയാൽ അതിനർത്ഥം പരിശുദ്ധ ഖുർആൻ എന്റെ ഹൃദയത്തിൽ പണിയെടുത്തിട്ടുണ്ട് എന്നാണ്. ഖുർആനിന്റെ മാസ്മരികത, ഖുറൈശികൾ എന്ന് പറഞ്ഞാട്ടിയ ഖുർആനിന്റെ സിഹ്ർ അതെന്റെ ഖൽബിൽ പണിയെടുത്തിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. ഈ 3 ഉണ്ടായി. ഒന്നെന്താ അറിയോ? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഞാൻ എന്നെ പരിശോധിക്കണം, നിങ്ങൾ നിങ്ങളെ പരിശോധിക്കണം. ഖുർആൻ എന്നിൽ വരുത്തിയ മാറ്റത്തിന് ഒന്നാമത്തെ തെളിവ് അൽ ഇസ്തിസ്ലാം. എന്താണെന്നറിയോ? ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ അർപ്പണം. എന്നെ സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഞാൻ ഒരു അടിമയായിട്ടുണ്ടോ ഇല്ലേ എന്ന് സ്വന്തത്തോട് ചോദിക്കണം. സ്വന്തം നഫ്സ് കളവ് പറയില്ല. നമ്മുടെ നഫ്സ് നമ്മളോട് കളവ് പറയില്ല. മാപ്പിള വീടിനോട് ചോദിച്ചാൽ മാപ്പിള പറയും ഓളൊന്ന് സുഖിപ്പിക്കാൻ, നീ അങ്ങനെ തന്നെ പറയും, കുറെ കാലത്ത് 1-ാം ക്ലാസ്സിലെല്ലാം പോകുന്നല്ലേ. തിരിച്ചങ്ങോട്ട് അതേപോലെ പറയും. ചങ്ങായിമാര് ചോദിച്ചാൽ പറയും നീ ഓക്കെ എന്നടാ, ഓൻ പറയും കൂടാ നീ ഓക്കെ തന്നെ. ഇസ്തഫ്തി ഖൽബക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക്, നിന്റെ നഫ്സിനോട് ചോദിക്ക്, നഫ്സ് കളവ് പറയും. അൽ ഇസ്തിസ്ലാം, അർപ്പിക്കുക. ഉദാഹരണം ഞാൻ പറയാം. പരിശുദ്ധ ഖുർആനിൽ ഇസ്തിസ്ലാം ചെയ്ത ഒരടിമയുടെ ചരിത്രം പറയുന്നുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇസ്തിസ്ലാം ചെയ്ത ഒരടിമ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാ ഉള്ളത്, നമ്മൾ എന്ത് വെച്ചിട്ടാണ് ആ വഴിക്ക് സഞ്ചരിക്കാൻ നിൽക്കുന്നത് എന്ന്. ആ ഖുർആൻ മുൻഗാമികളെ കൊണ്ടുപോയ രാജപാതയില് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞെന്ന താരീഖ് പറയുമ്പം നമുക്ക് മനസ്സിലാവും. അള്ളാഹു പറഞ്ഞു, യാ ഇബ്രാഹിം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. നീ മുസ്ലിം അവിടെ എന്നാ പറഞ്ഞ വാക്കിന് മുസ്ലിം അല്ലേ? ഓൾറെഡി ഇബ്രാഹിം നബി മുസ്ലിം അല്ലേ? അസ്ലിം, മുസ്ലിമായ പോരാ, എന്റെ മുന്നിൽ നിന്നെ അർപ്പിക്കണം, ഇസ്തിസ്ലാം ചെയ്യണം. പഞ്ചപുച്ഛമടക്കി വിനീത വിധേയനായി എന്തും ശിരസ്സ വഹിക്കുന്ന അതാവണം അടിമ. അള്ളാഹു പറഞ്ഞോ അതന്നെ. ദീൻ അങ്ങനെ ഉണ്ടോ? അതന്നെ, അതിന്റെ അപ്പുറത്തില്ല. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ കൽപ്പന കിട്ടേണ്ട താമസം ഇബ്രാഹിമിന്റെ മറുപടി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ മുന്നിൽ ഞാനിതാ അർപ്പിച്ചിരിക്കുന്നു. അള്ളാഹു വിട്ടില്ല. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ടെസ്റ്റ് ചെയ്ത് നീ പറഞ്ഞ സത്യസന്ധമാണോ, ശരിക്കും പറഞ്ഞതാണോ, ഇസ്തിസ്ലാം വന്നിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത്. ഒന്നെന്താ അറിയോ? അള്ളാഹു വിളിച്ചു, ഇബ്രാഹിം ഭാര്യ ഹാജറിനെയും മോൻ ഇസ്മായിലിനെയും മക്കത്ത് കൊണ്ടാക്കണം. ഏത് മക്ക? ഇന്നത്തെ കോക്ടൗണിലുള്ള മക്കയാ. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഫുഡ് കോർട്ട് കിട്ടുന്ന മക്കയാ.
4000 5000 കൊല്ലത്തിന് മുമ്പുള്ള മക്ക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പുല്ലില്ലേ, ഈ പുല്ല് അതുവരെ മക്കത്ത് കണ്ടു കിട്ടൂല. പാറക്കെട്ടുകളും മലയിടുക്കുകളും മാത്രം. വെള്ളത്തിന്റെ ഒരു തരിയില്ല, ഒരു നനവില്ല, ഒരു ലക്ഷണമില്ല. വെള്ളമില്ലാത്തോണ്ട് പക്ഷിപരവാദികളില്ല, ഇഴജന്തുക്കളില്ല, മൃഗങ്ങളില്ല, മനുഷ്യന്മാർ ആ വഴിക്ക് വരൂല. ആകെ പാറക്കല്ലുകൾ മാത്രം നിൽക്കുന്ന ഒരു വിജന പ്രദേശം. അന്ന് കാമയുമില്ല, പിന്നല്ലേ പള്ളി പണിയുന്നു. നീ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണം. നമ്മളെന്താ പറയാ അറിയോ? ഇതെന്തൊരു ലോജിക്ക് ഇല്ലാത്തൊരു കൽപ്പന. നമ്മളെ കട്ടഞ്ചാടിച്ചിട്ട് പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ലോജിക്ക് ഇല്ലപ്പാ. ലോജിക്ക് വേണ്ട ഇസ്ലാം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب. ഒന്നാമത്തെ സിഫത്ത്, ഈ ഗ്രന്ഥത്തിന് സംശയമില്ല, ഇത് മുത്തഖീങ്ങൾക്ക് നേർമാർഗം കാണിക്കുന്ന ഹിദായത്തിന്റെ കിതാബാണ്. ആരാണ് മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണവൻ. ഏതാ ഈ ഗൈബ്? ലോജിക്കില്ലാത്തത്. അള്ളാഹു പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് നമുക്ക് കണ്ടിട്ടോ തൊട്ടിട്ടോ മണത്തിട്ടോ ഒന്നും അറിയില്ല. അതാണ് ഈമാൻ, അതാണ് വിശ്വാസി. നമുക്കിത് ലോജിക്കില്ലാത്തൊരു കൽപ്പന. ഈ മലയിടുക്കിൽ ഈ പാവപ്പെട്ടൊരു ഭാര്യനെയും മോനെയും, അതും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതല് ഒറ്റയ്ക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോവാൻ പറഞ്ഞാൽ ഇതെന്ത് നിയമമാണ്? ഇബ്രാഹിം ചോദിച്ചില്ല. കാരണം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങൾ എവിടെയുണ്ട് അള്ളാന്റെ കൽപ്പനക്ക് മുന്നിൽ? എന്തൊക്കെ താല്പര്യമുണ്ട് നമുക്ക്? നാട്ടുകാരെ നോക്കണം, തറവാട് നോക്കണം, ചങ്ങായിമാരെ നോക്കണം, നമ്മുടെ സ്റ്റാറ്റസ് നോക്കണം, നമ്മളെ വീഴ്ച നോക്കണം, മക്കളെ നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം. പക്ഷെ മുസ്ലിമിന് അതില്ല. അള്ളാഹു പറഞ്ഞു എന്ന് കേട്ടാൽ, ദീനിന്റെ നിയമം ഇതാണെന്നറിഞ്ഞാൽ പിന്നെ അതന്നെ അതിന്റെ അപ്പുറത്ത് ഉണ്ടായിക്കൂടാ. അവനാണ് അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആള്. നമ്മൾ വെറുതെ പറയുന്നത് മാത്രമല്ല ഖുർആനിന്റെ ആള്. 2 ഒട്ടകത്തെ തയ്യാറാക്കി, ഒന്നിന്റെ മുകളിൽ ഭാര്യനെയും മോനെയും കയറ്റി, മറ്റൊരു ഇബ്രാഹിം നബിയും കയറി. ഒരു തോൽപാത്രത്തിന് വെള്ളം, മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴം. ദിവസങ്ങളോളം യാത്ര ചെയ്ത് മക്ക എന്ന മലഞ്ചെരിവിലെത്തി. ഇന്ന് കഅബാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ ഹാജറിന്റെ പെണ്ണിനെയും മോൻ ഇസ്മായിലിനെയും ഇരുത്തി 2 പാത്രവും ഭാര്യന്റെ കയ്യിൽ നൽകി, മനസ്സില്ല മനസ്സോടെ കരയുന്ന മനസ്സിനെ ഒളിപ്പിച്ചു വെച്ച് മുഖത്ത് വെറുതെ ചിരി പരത്തി ആ ഭർത്താവ്, അല്ലെങ്കിൽ ആ പച്ച മനുഷ്യനായ പിതാവ് തിരിച്ചു യാത്രയായി. കൽപ്പന അങ്ങനെയാണ്, ഇരുത്തിയിട്ട് വിട്ടോളണം മന്ദിരത്തേക്ക്, ഇറാഖിലേക്ക്. ചരിത്രം വായിക്കുന്ന ഖുർആനിന്റെ വിമർശകർ പറയും, കണ്ടില്ലേ, ഇതൊക്കെയാ അള്ളാന്റെ നിയമം. പാവ അബലയായ ഒരു പെണ്ണിനെ, ഒരു പിഞ്ചു വൈതലിനെയും മക്കത്താക്കിയിട്ട് ഒറ്റക്കാക്കിയിട്ട് പോകാൻ വേണ്ടി കൽപ്പിക്കുന്ന കിതാബ് നമ്മളെന്ത് പറയുന്നറിയോ? അതാണ് അടിമ. ഉടമയുടെ അടിമ എന്ന് പറഞ്ഞാൽ അതാണ് അടിമത്തം. എന്നെ സൃഷ്ടിച്ച് എന്റെ റബ്ബ എന്നോട് പറഞ്ഞ് ചെയ്തേ പറ്റൂ. ഇബ്രാഹിം ചെയ്തു അലൈഹിസ്സലാം. യാത്രയായി. ബാക്കിന്ന് ഹാജർ വിളിച്ചു, യാ ഇബ്രാഹിം ഇലാ ഐന തദ്ഹബ്, ഇലാ ഐന തദ്ഹബ്, എങ്ങോട്ടാ ഈ പോക്ക്? ഇലാ മൻ തത്റുകുന, നമ്മളെ ആർക്ക് വിട്ടിച്ചിട്ടാ ഈ പോകുന്നത്? ഇപ്പൊ വെള്ളം തീരും, ഈത്തപ്പഴം തീരും, എന്റെയും എന്റെ കുഞ്ഞിനെയും പട്ടിണിയിലും ദാഹത്തിലും വിട്ടിട്ട് പോവുകയാണോ? ഇബ്രാഹിമിന് എന്താ പറയേണ്ടെന്ന് അറിയില്ല. വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ തോന്നുന്നില്ല. ഇസ്തിസ്ലാം ചെയ്തിരിക്കുന്നു. ദുആ ചെയ്തോളൂ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈമാനും ആദർശവും അള്ളാഹു ടെസ്റ്റ് ചെയ്യാതിരിക്കണം. വട്ടപൂജത്തിൽ തോറ്റു പാടി സഹിക്കും. അള്ളാഹുവെ നിന്റെ ഫദ്ല് കൊണ്ട് രക്ഷപ്പെടുത്തിക്ക എന്നായിരിക്കണം ദുആ. ഇങ്ങനത്തെ ടെസ്റ്റ് വന്നാൽ എന്താക്കും നമ്മൾ? രണ്ടാമതും ചോദ്യം ആവർത്തിച്ചു, മൂന്നാമതും ആവർത്തിച്ചു. തന്റെ ഭർത്താവിന്റെ ഇസ്തിസ്ലാം അറിയാവുന്ന, ഭർത്താവിന്റെ ആദർശം അറിയാവുന്ന, ഭർത്താവിന്റെ ഉള്ളറിയാവുന്ന ഹാജറിന്റെ അടുത്ത ചോദ്യം, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിം, അല്ലാഹ് കൽപ്പിച്ചിട്ടാണോ പോകുന്നത്? പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ. അവിടെ സ്റ്റക്കായ പോലെ നിന്ന് തന്റെ ഭാര്യന്റെ നാവിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യമായിരുന്നു. കാരണം ആദർശത്തിന്റെ കുടുംബാൻ. ഒട്ടകത്തെ തിരിച്ചു ഹാജറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹാജർ നഅം അല്ലാഹു അമറനി, അതെ എന്റെ അല്ലാഹ് കൽപ്പിച്ചിരിക്കുന്നു, പോവാൻ വേറെ വഴിയില്ല. നമ്മൾ പെണ്ണുങ്ങൾക്ക് പറയും, അല്ലെങ്കിലേ സെൽഫി പള്ളി പോയാൽ ഭ്രാന്താകുന്ന ആൾക്കാർ പറയല് കേട്ട് കേട്ട് കേട്ടിങ് അങ്ങനെ ആയാ
ഇങ്ങനെയുണ്ട് ഒരു ദീന്? നമ്മളെ പട്ടിണി കിട്ടിട്ട് പോകേണ്ട ഒരു ദീനുണ്ടാ? ഇങ്ങനത്തെ ഒരു കൽപ്പനയുണ്ടാ? ഹാജർ നമ്മുടെ ഉമ്മ, നമ്മളെ ഉപ്പ ഇബ്രാഹിം നബിനെ അള്ളാഹു നമുക്ക് വിശേഷിപ്പിച്ചെന്ന്. നമ്മളെ ഉമ്മ ഹാജർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ധൈര്യമായിട്ട് പോയിക്കോ, അള്ളാഹു നമ്മളെ പാഴാക്കൂല, എനിക്ക് അള്ളാഹു മതിയായതല്ല. ഇതാണ് ഇസ്ലാം. എവിടെയുണ്ട് ഞാനും നിങ്ങളും? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ല, എന്നെ അടക്കം ഞാൻ പറയാണ്. എവിടെയുണ്ട് നമ്മള്? ഇതാണ് ഇസ്ലാം. ഇബ്രാഹിം നബിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് അലയടിക്കാൻ തുടങ്ങി. ഭർത്താവ് ഭാര്യയുടെ നാവിൽ നിന്ന് അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് ആ മറുപടി കേട്ട് ഭാര്യ സമാധാനത്തോടെ മാറി നിന്നപ്പം ഒട്ടകത്തെ ഓടിച്ചു ഇബ്രാഹിം. ഇസ്ലാമിന്റെ ടെസ്റ്റിന് പാസ്സായ സന്തോഷത്തോടെ. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറച്ചപ്പുറത്തേക്ക് എത്തി. ഇപ്പൊ ഓണയും മോനെയും കാണുന്നില്ല. ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു, കൈപോക്കി. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. ഏ അല്ലാഹ്, നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മാത്രം എന്റെ കുടുംബത്തെ ഞാൻ ഇവിടെ താമസിപ്പിക്കുകയാണ്. ബിവാദിൻ, ഒരു മലഞ്ചെരുവിൽ. ഗൈരി ദീ സർഇൻ, ഒരു പുല്ല് പോലും മുളക്കാത്ത ഭൂമിയില് ഞാൻ എന്റെ കരടിന്റെ കഷണത്തെ പറിച്ചു മാറ്റി പോവുകയാണ്. നിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് പോകുന്നത്. ഇനി അവരെ കാര്യം നീ നോക്കിക്കൊള്ളണം. ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അൽ ഇസ്തിസ്ലാം. ഇതാ ഖുർആൻ ഉണ്ടാക്കി തരേണ്ട ഒന്നാമത്തെ ചന്ദ്രൻ. എങ്കിൽ നമ്മൾ അഹ്ലുൽ ഖുർആനാണ്, ഖുർആന്റെ ആളാണ്. നമുക്ക് എന്തൊക്കെയാ തടസ്സം പ്രിയപ്പെട്ടവര്? നമ്മളെ പോലൊരു കല്യാണം വന്നാ പോരെ? മോന്റെ മംഗലം, മോളെ മംഗലം, കുടുംബം, സ്റ്റാറ്റസ്, നാട്ടുകാര്, പാരമ്പര്യം. അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിപ്പുറത്താൻ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടായോ? അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ കുഴിച്ചു മൂടാൻ എന്തെങ്കിലും വേദനയുണ്ടായോ മനസ്സിന്? എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ഖുർആന്റെ ആൾക്കാരാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോയി. ഭാര്യ ഹാജറും മോൻ ഇസ്മായിലും മക്കത്തൊറ്റക്ക്. ദിവസങ്ങൾ കഴിഞ്ഞു, വെള്ളം തീർന്നു, ഈത്തപ്പഴം തീർന്നു, പട്ടിണിയായി. ആകാശത്തിലുള്ളവൻ നോക്കി നിൽക്കാൻ എന്താ സംഭവിക്കുന്നു? ഹാജർ എന്താ ചെയ്യാൻ പോകുന്നു? ഹാജർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആകാശത്തിലുള്ളവൻ നോക്കി നിൽക്കുക. മലായികത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഇതെന്തൊരു പരീക്ഷണമാണ്! ഈ പെണ്ണും ഈ പൈതലും ഇവിടെ എന്താക്കാനാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? ഇസ്മായിലിന്റെ തൊണ്ട വറ്റി. ഹാജറിന്റെ മാറിൽ പാലില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. ഇസ്മായില് കാലിട്ടടിക്കും. ദയനീയ കാഴ്ച. ഉമ്മാക്ക് വാത്സല്യമുള്ള ഉമ്മാക്ക് സഹിക്കാൻ പറ്റില്ല. ഓടി കയറും സഫാ മലന്റെ മുകളില്, പിന്നെ മറുവയിലേക്ക്. 7 പ്രാവശ്യം ആ വെറും പെണ്ണ് തന്റെ കുഞ്ഞിന് തുള്ളി വെള്ളം കിട്ടാൻ ഓടുന്നതിന്റെ ഇടയിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പ്രാവശ്യം പോലും ഉടമസ്ഥനായ റബ്ബിന്റെ നിയമത്തിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഹാജർ. ചരിത്രം വായിച്ചു നോക്കിയേ. ഇന്ന് സഫയും മറുവയും AC വെച്ച മാർബിളിന്റെ റൂമാ. പോകുമ്പോ ഇടക്കിടക്ക് ജന്തം കുടിക്കാൻ കിട്ടും. പിന്നെ ഫീസബീലില്ല, ഈത്തപ്പഴം, കേക്ക്, പഴം ഇഷ്ടം പോലെ കിട്ടും. അന്നത്തെ സഫാമലയും മറുവയും 7 പ്രാവശ്യം ആ ഉമ്മ കയറി ഇറങ്ങി കുഞ്ഞിന് വെള്ളം കിട്ടാൻ. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തിപ്പ ഇങ്ങനെ ഒരു നിയമം? അള്ളാഹുവിന് എന്തൊരു ഇഷ്ടമാകില്ല ആ ഓട്ടവും ആ വിഷമവും. എന്നിട്ടും സർവ്വതും അള്ളാഹ് ഇസ്തിസ്ലാം ചെയ്ത ആ പെണ്ണിനെ, ഹാജറിനെ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചു. ഇസ്മായിൽ കിടക്കുന്ന ഭാഗത്ത് പോയിട്ട് കാലടിച്ചോടന്ന് വെള്ളം വരാൻ തുടങ്ങി. ഹാജർ ഓടി വന്നു. ഭയങ്കരമായ സന്തോഷം. വെള്ളം ഇങ്ങനെ കുത്തനെ വരികയാണ്. ഹാജർ കല്ല് വെച്ച് മറക്കാൻ ശ്രമിച്ചു, നിൽക്കുന്നില്ല. കൈകൊണ്ട് തള്ളിപ്പിടിച്ചിട്ട് പറഞ്ഞു, സംസം, മതി മതി, നിൽക്ക്. അപ്പൊ അള്ളാഹു നിർത്തി, പുറത്തോട്ടുള്ള വരവ് നിർത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജർ അന്ന് നിൽക്ക് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു നദി നമുക്ക് ഇവിടെ കാണാമായിരുന്നു എന്ന്. സംസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരടിമയും ആ അടിമന്റെ ഭാര്യയും ഇസ്തിസ്ലാമിൽ പാസ്സായപ്പം അള്ളാഹു കൊടുത്ത സമ്മാനം. ഖുർആൻ നമ്മളെ എത്തിക്കേണ്ടത് അവിടെയാ. പ്രസംഗിക്കാനുള്ള അല്ല ഇത്. കലാമു റബ്ബിൽ ആലമീൻ. ഇതിന്റെ ഉള്ളിലാ പണിയെടുക്കേണ്ടത്.
ഈ കണ്ണിനല്ല പ്രിയപ്പെട്ടവരെ അന്ധത ബാധിക്കുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ് സുദൂർ. അന്ധത ഇതിനുള്ളിലുള്ള കണ്ണിലാണ് ബാധിക്കുന്നത്. അത് തുറക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്. എന്തിനോടൊപ്പം? ബിത്തൗഹീദ്. ബിത്തൗഹീദ്. തൗഹീദിനോടൊപ്പമുള്ള ഇസ്തിസ്ലാം. എന്താ പ്രിയപ്പെട്ടവരെ തൗഹീദ് എന്ന് പറഞ്ഞ? നേരത്തെ ഷേഖ് ഡോക്ടർ സാഹിബ് പറഞ്ഞല്ലോ, ഇത് പറയാണ്ട് നമുക്ക് ഇറങ്ങി പോകാൻ കഴിയില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായിരുന്നു ഖുർആനിന്റെ ലക്ഷ്യം. തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഉടമസ്ഥനായ അള്ളാഹുവിന് ഭൂമിയിൽ ജീവിക്കുന്ന ഒരടിമ കൊടുത്ത കരാറാണ്, ഉടമ്പടിയാണ്. അത് മനസ്സിലറിഞ്ഞ് നാവ് കൊണ്ട്, മനസ്സിൽ എന്താ പറയാ, മനസ്സിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്നൊന്നും പറഞ്ഞ ഷഹാദത്തിന്റെ അർത്ഥം തിരിയില്ല. അഷ്ഹദു എന്ന് പറഞ്ഞാൽ, ഏ അല്ലാഹ്, ഞാനിതാ നീയുമായി ഉടമ്പടിയിൽ ഏർപ്പെടുക, നീയുമായി കരാറിൽ ഏർപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന, ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പറാണത്. എന്നാലേ മെമ്പർഷിപ്പ് ഉള്ളൂ. ആ കരാറ് പൊളിച്ചവൻ ഇസ്ലാമിന്റെ പുറത്താണ്. വല്ലാഹി ഇസ്ലാമിന്റെ പുറത്താണ്. മെമ്പർഷിപ്പ് ഇല്ല. എന്താണ് ആ കരാറ്? അഷ്ഹദു, ഏ അല്ലാഹ്, ഞാൻ തെറ്റിക്കൂല, ഞാൻ വഴിക്കിട്ടിട്ട് പോകൂല, ഒരു ന്യൂനതയും ഞാൻ വരുത്തൂല, ഒരു പോറൽ പോലും ഏൽപ്പിക്കൂല. എനിക്ക് ശാരീരിക നഷ്ടം വരും, സാമ്പത്തിക നഷ്ടം വരും, മാനസികമായിട്ട് തളരും, എനിക്ക് പലതും സംഭവിക്കും. വീട്ടിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കും, മാപ്പിള വിട്ടിട്ട് പോകും, ഭാര്യ വിട്ടിട്ട് പോകും. എന്തു വന്നാലും, ഒരുപക്ഷെ എനിക്ക് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും ഒരെണ്ണം മണി തൂക്കം ബേക്കോട്ട് വെക്കുന്ന പരിപാടിയില്ല. ഇതാണ് അഷ്ഹദു എന്ന വാക്കിന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദ് കൊണ്ട് കളിക്കാൻ നിൽക്കണ്ട. തൗഹീദ് കൊണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഫിഖ്ഹിന്റെ മസ്അല വെച്ച് കളിക്കും പോലെയല്ല തൗഹീദിന്റെ കളി. കൈ ഇവിടെ കെട്ടണോ, ഇവിടെ കെട്ടിയാൽ മതിയോ, അല്ല ഇവിടെ കെട്ടിയാൽ ശരിയാവുമോ, അതല്ല കൈ ഇങ്ങനെ അനക്കണോ, അതുപോലെയല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കോംപ്രമൈസും അതിലില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും അതിലില്ല. എവിടെ വെച്ച് ഏതവസ്ഥയിലും ഉടമസ്ഥനായ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ, ശക്തികൾ, വസ്തുക്കൾ എന്റെ സഹായത്തിനുണ്ടാകുമെന്ന് ഒരുത്തന്റെ മനസ്സിന്റെ ഏതെങ്കിലും മൂലയിൽ വന്നാൽ തീർച്ചയായും ഉടമസ്ഥനായ അള്ളാഹു കൊടുത്ത കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അത്ര കൃത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കടന്നറിയോ, രണ്ട് റുക്നുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പൂർത്തിയായത്. അഥവാ ഷഹാദത്തിന്റെ രണ്ട് ഫർദുകൾ. ഒന്ന് ലാ ഇലാഹ നഫ്യുൽ ആം. ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഫർദ്. നിസ്കാരത്തിന് ഫർദുണ്ട്, നിയ്യത്ത്, തക്ബീർ, അങ്ങനെ ഇവിടെ നിൽക്കുക. അതേപോലെ ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിന്റെ രണ്ട് ഫർദിൽ ഒന്ന് നഫ്യുൽ ആം. ഏ അല്ലാഹ്, നീയല്ലാത്ത അന്യായമായി ഈ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികളുണ്ടോ അതിനെ മുഴുവൻ ഞാനിതാ മനസ്സിൽ നിന്നും നിഷേധിച്ച് തള്ളി പറിച്ചെറിയുന്നു. ഒന്നാമത്തെ ഫർദ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ അയാള് കാക്കും എന്നാണെങ്കിൽ വല്ലാഹി സത്യം, എന്റെ പേര് മുസ്ലിം അല്ല, താടി ഉണ്ടാവും, കന്തൂറ ഉണ്ടാവും, വലിയ നിസ്കാര ടൈം ഉണ്ടാവും, വലിയ തലയെക്കെട്ടുണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. പക്ഷെ മുസ്ലിം എന്ന് വിളിക്കാൻ കഴിയില്ല. കരാറ് പൂർത്തിയാക്കിയവൻ മാത്രമേ മുസ്ലിം. അല്ലെങ്കിൽ അബൂ താലിബ് 1-ാം നമ്പർ മുസ്ലിം ആവണം, അല്ലേ? എല്ലാം അറിയുന്ന ആളെന്നല്ലേ? അബൂജഹല് നിസ്കരിക്കലില്ലേ, ഹജ്ജ് ചെയ്യലില്ലേ, തവാഫ് ചെയ്യലില്ലേ, അള്ളാഹ്ക്ക് നേർച്ചയില്ലേ? കഅബാലയത്തിന്റെ പണി പുനർനിർമ്മാണത്തില് ബാക്കിഹ ഹത്തീം ഇങ്ങനെ കെട്ടിവെക്കുമ്പം അതെന്ത് കാരണത്താല? അബൂജഹലാ പറഞ്ഞത്, ഇത് അള്ളാന്റെ വീടാണ്, നിങ്ങളെ ഹറാമിന്റെ പൈസ കൊണ്ടുവന്നാൽ ശരിയാവൂല, ഹലാലായിട്ടുള്ള പൈസ മാത്രമേ കൊണ്ടുവരാവൂ, അത് തീർന്നുപോയി, ബാക്കിയുള്ള മൊത്തം വിവാദത്തിന്റെയും കള്ളിന്റെയും പണമാണ്, അത് പള്ളിയെടുക്കാൻ പറ്റൂല, അവിടെ കെട്ടിവെച്ചത്. അത്ര സൂക്ഷ്മത പാലിച്ചില്ല അബൂജഹൽ അടക്കം. എന്നിട്ടും അള്ളാഹു വിളിച്ചത് മുശ്രിക്കുന്നല്ലേ? എന്തുകൊണ്ട്? കൊടുത്ത കരാറ് ലംഘിച്ചു. ഐ ലാ ഇലാഹ എന്ന കരാറ് പാലിച്ചില്ല. മനസ്സിൽ ഇപ്പോഴും ഇവരൊക്കെ സഹായിക്കുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത വസ്തുക്കള്, വ്യക്തികള്, ശക്തികള് ഇടപെടും, കേൾക്കും. പ്രിയപ്പെട്ടവരെ, ജൂതൻ പൊട്ടിച്ചിരിക്കുന്നു, ഉമ്മത്തി തകർച്ച തകരുന്നു.
അള്ളാന്റെ റസൂലിന്റെ ശത്രുക്കൾ പല്ലടിച്ച് ചിരിക്കുന്നു. ഉമ്മത്തിന്റെ മിമ്പറുകളും മിഹ്റാബുകളും കടമെടുത്ത് ചട്ടുകങ്ങളാക്കി മുസ്ലിം ഉമ്മത്തിന്റെ ആദർശത്തെ തകർത്ത് അവരെ മയ്യത്തുകളിലേക്കും കബറുകളിലേക്കും കൊണ്ടുപോകുന്ന പുരോഹിത വർഗത്തെ ഉണ്ടാക്കിയ സന്തോഷത്തില് ജൂതന്മാര് പൊട്ടിച്ചിരിക്കാൻ കാസർഗോഡ് ഒരാഴ്ചയാണെന്ന സമ്മേളനം ഈക്കക്കാരുടെ ഒരാഴ്ച സ്റ്റേജിൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അവരുടെ ഭാഷയിൽ പണ്ഡിതൻ. നമുക്ക് പണ്ഡിതനായിട്ട് പറയാൻ കഴിയില്ല. അത് എത്ര വലിയ ആളായാലും നമുക്കൊരു ബഹുമാനം വരൂല. എന്ത് ചെയ്യാനാ? ചില ആൾക്കാർ പറയും ഫേസ്ബുക്കിലൊക്കെ, എന്നാലും കുറച്ചാ പ്രായത്തെ ബഹുമാനിക്കുന്നു, പ്രായത്തെ ആദരിക്കുന്നു. വയോധികന്മാരായ പണ്ഡിതന്മാര് ഓക്കെ, അത് ആദരിക്കാം, ആ ബഹുമാനം കൊടുക്കാം. ഇല്ലേ, മുമ്പിലുള്ള ആയിരങ്ങളെ വെറും കഴുതകളാക്കിയിട്ടാണ് അവരിൽ പലരും പ്രസംഗിച്ചത്. ഉദാഹരണം ഞാൻ പറയാം, കാരണം ഈ മായാവി കഥ പറഞ്ഞ് നമുക്ക് സമയം കളയാനില്ല. ഔറംഗസീബ് ആലംഗീരി മുഗൾ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവ്, ഷാജഹാന്റെ മോൻ. ഉപ്പാനെ പിടിച്ച് ജയിലിലാക്കിയത് ബ്രിട്ടീഷുകാരൻ എഴുതി വെച്ച കുറച്ച് ദീനീ ബോധമുള്ള ഔറംഗസീബ് ഒരു ദിവസം അജ്മീർ ഖോജാന്റെ ദർഗയിലേക്ക് പോവാണ് ഈ രാജാവ്. മുഗളന്മാരെ താരീഖ് ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ ഭയങ്കര അഭിമാനം പറയുന്നുണ്ടല്ലോ, മുഗളന്മാർ ഏതാണ്, എവിടുന്ന് വന്നതാ, വിശ്വാസം എന്താ, ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ പുറത്തുണ്ട് ഒരുത്തരിയ്ക്കുന്ന ഒരു കണ്ണ് പൊട്ടൻ, കണ്ണില്ല. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താ? എന്റെ അന്ധത മാറാൻ വേണ്ടി ഷെയ്ഖിനോട് പരാതി പറയാൻ ഞാൻ വന്നതാണ്. ഇത് ബാലരമന്റെ കഥയല്ല, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലല്ല. ആയിരക്കണക്കിന് ഇസ്ലാമിനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ മുമ്പിലിരുത്തി കഴുതകളാക്കി സ്റ്റേജിൽ നിന്ന് പുരോഹിത വർഗം പ്രസംഗിച്ച കെട്ടുകഥ. ഉമ്മത്തിന്റെ ആദർശത്തെ കൊള്ളയടിക്കാൻ, ജാറത്തിന് ദർഗയിലേക്ക് കൊണ്ടുപോകാൻ, തങ്ങന്മാർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ, സൂഖിയന്മാരായി ഭൂമിയിൽ വാഴാൻ. പിന്നെന്താ നമ്മൾ ഈ പറയണ്ടത്? ഇങ്ങനത്തെ കഥ കേട്ടാൽ ഖുർആനിൽ എത്ര താരീഖുണ്ട്, ഖുർആനിൽ എത്ര കിസ്സകളുണ്ട്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് പാഠമുള്ള കഥകളുണ്ട് നബിയെ പരിശുദ്ധ ഖുർആനിൽ. ഒരൊറ്റ കഥ ആ സ്റ്റേജിൽ വന്ന് കേട്ടില്ല. രാജാവ് പറഞ്ഞു, എന്താടാ? കണ്ണിന് അന്ധതയാണ്, ഞാൻ അസിബിൽ കോയാനടുത്ത് പറയാൻ വന്നതാ. എന്നിട്ട് എന്താ കിട്ടിയിട്ടേ? ഇല്ല രാജാവേ, കുറെ നാളായി, ഇതുവരെ കോജ കഴിഞ്ഞില്ല. ഒരു ലജ്ജ വേണ്ട ഈ വർത്താനം പറയാൻ? അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടുന്ന മനുഷ്യന്മാർക്ക്, വജ്ജഹ്തു വജിയ പറയുന്ന മനുഷ്യന്മാർക്ക് ഒരു കുറ്റബോധം വേണ്ട ഇത് പറയുമ്പം. ഔറംഗസീബിന് ദേഷ്യം പിടിച്ചു. രാജാവ് പറഞ്ഞു അത്രേ, ഇല്ലാത്ത കഥയാണ്. രാജാവ് പറഞ്ഞു അത്രേ, ഞാൻ ഇപ്പം പോയിട്ട് സിയാറത്തിന് പോവാൻ, ഞാൻ സിയാറത്ത് കഴിഞ്ഞിട്ട് വരുമ്പക്ക് നിന്റെ കാഴ്ച കിട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയും. ചങ്ങായിക്ക് ആകെ പേടിയായി. കാരണം രാജാവിന്റെ ഓർഡറാണ്, കൊല്ലൽ ഉറപ്പന്നെ. ആകെ ടെൻഷനായി. എന്നിട്ട് ഈ ഉസ്താദ് പറയാൻ, ആ പേടിയില് ആത്മാർത്ഥമായി ഷെയ്ഖിനെയാണ് വിളിച്ചു. നമ്മളൊക്കെ സാധാരണ പറയുന്നത് അള്ളാഹ് ഇഖ്ലാസോടെ വിളിക്കാൻ, അതുപോലെ ഇഖ്ലാസോടെ ഷെയ്ഖിനെ വിളിച്ചു. രാജാവ് തിരിച്ചു വരുമ്പോക്ക് ഇയാള് കണ്ണെല്ലാം തുറന്ന് കാഴ്ചയോടെ, രാജാവേ കാഴ്ച കിട്ടി. അതെങ്ങനെയാടാ? നിങ്ങൾ എന്നെ പേടിപ്പിച്ചപ്പോ ഇഖ്ലാസോടെ ഞാൻ എന്നെ വിളിച്ചു. അപ്പൊ ഷെയ്ഖിനിക്ക് പറ ഇവരെന്ത് പേരിൽ വിളിക്കണം? ഇവരെന്ത് കണ്ടിട്ട് വേണം നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിനെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഈ കൂട്ടത്തിന്റെ ഈ അവസ്ഥ തുറന്നു കാണിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ താക്കീത് ചെയ്ത പോലെ ഫതറബ്ബസു കാത്തിരിക്കേണ്ടി വരും. എന്നിട്ട് ഒരു പ്രഖ്യാപനവും, മുജാഹിദുകളെ സൂക്ഷിച്ചോളണം. എന്തിന്? അള്ളാഹ് പറയുന്നേറ്റാ. എന്താ സൂക്ഷിക്കേണ്ടത്? ഇവർ അള്ളാന്റെ റുബൂബിയത്ത് ഉലൂഹിയത്ത് പറയുന്നതിനെ കൊണ്ടാ. അള്ളാഹ്ക്ക് മാത്രമേ അടിമകളെ അടിമത്തം അർപ്പിക്കാവൂ എന്ന ഇസ്ലാമിന്റെ പ്രഖ്യാപനം ഈ ഉമ്മത്തിനെ കേൾപ്പിക്കുന്നതിന്റെ പേരിലോ? എന്തിനാ സൂക്ഷിക്കേണ്ടത്? അതല്ല, കച്ചവടം കുറയുമ്പം ഇവരാണ് കാരണക്കാരെന്ന് വിചാരിച്ചിട്ടാ ശ്രദ്ധിക്കാൻ പറഞ്ഞ്. അള്ളാഹു പറഞ്ഞതറിയോ? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതാണ് ലാ ഇലാഹ. അല്ലാഹ് എന്റെ കൽബിലുണ്ട്. നീ അല്ലാത്ത ഒരാളില്ല, ജിന്നോ മലക്കോ നബിയോ സാലിഹോ ഔലിയാവോ, ഇവരൊന്നും ഇല്ലാന്നല്ല, ഇവരെല്ലാം ഉള്ളവരാണ്. പക്ഷെ നമുക്ക് ഇവരൊക്കെ അല്ലാണ്ട് നമ്മളെ പോലത്തെ സൃഷ്ടികൾ മാത്രം. ഖലാസ് കഴിഞ്ഞു. നമ്മളുമായിട്ട് ഒരുപാട് ഓർക്കില്ല.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റസൂലാണ്, ദാഇയാണ്, നമ്മൾ സ്നേഹിക്കണം, ഇത്തിബാ ചെയ്യണം. ചാൻ ബൈ ചാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ നിഴലായിട്ട് കൊണ്ട് നടക്കണം. പക്ഷേ അള്ളാന്റെ സ്ഥാനത്ത് അള്ളാന്റെ റസൂൽ എത്തിയില്ല. അങ്ങനെ പറഞ്ഞോൻ ഇസ്ലാമിന്റെ പതിക്ക് പുറത്തു വന്നു. കാരണം പറന്നു പാത്തിലായി. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഉസ്താദ്മാര് മൗലമാരൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഒരാള് ജുമഅത്ത് പള്ളിന്റെ മിഹ്റാബിൽ തലയണ വെച്ചിട്ട് പാടുകയാണ്, വസിർഫു ആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിനി മിൻ ലദാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയദ്ദീനി. ഒരാൾ പാടിയാണ്, ഓന്റെ ഹുക്മല്ല. ഖുർആനിനെ വഴികാട്ടിയായി സ്വീകരിച്ച സമുദായമേ, ഖുർആൻ നൽകപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിലെപ്പെട്ട അംഗങ്ങളെ, മിഹ്റാബിൽ വെച്ച് ശൈഖ് ജീലാനിയോട് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള രാജപാതയിലേക്കുള്ള ഹിദായത്തിനെ ചോദിക്കുന്ന ദുആ ചെയ്തവൻ ഏതർത്ഥത്തിലാ വരിക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, നബിയേ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. എന്റെ നെഞ്ചിൽ നിങ്ങൾ കാണിച്ചു തരണമേ സിറാതൻ അൻത സാലികുഹു, നിങ്ങൾ പ്രവേശിച്ച ആ രാജപാത. അല്ലാഹു അഅതാകഹു, അത് അല്ലാഹ് നിങ്ങളെ കൈമ തന്നിരിക്കുകയാണ്. വഅൻത മാലികുഹു, നിങ്ങളെ ഇപ്പൊ അതിന്റെ ഉടമസ്ഥൻ. അവിടെ എന്നെ നേർവഴിയിലാക്കണേ. ശൈഖ് ജീലാനി അവറുകളെ. എവിടെയുണ്ട് ഖുർആൻ? എവിടെയുണ്ട് ഈ ഖൗമ്? ഇന്നക ലാ തഹ്ദി. അത് എപ്പോഴാ വന്നറിയോ? അബൂ താലിബ് എന്ന പ്രിയപ്പെട്ട മൂത്താപ്പ് മരിക്കാൻ കിടക്കും. റസൂലുള്ളാഹിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മൂത്താപ്പയാണ്. ജീവനേക്കാളും ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മൂത്താപ്പ ഒന്ന് പറ മൂത്താപ്പ, ഞാൻ അള്ളാന്റെ ദർബാറിൽ ആ കലിമ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കും രക്ഷപ്പെട്ട് കിട്ടാൻ, ഒന്ന് പറ. അപ്പൊ അബൂ താലിബ് പറഞ്ഞു, വേണ്ട മോനെ, ആൾക്കാർ കളിയാക്കും, ആക്ഷേപിക്കും. അബൂജഹൽ അപ്പുറത്തുണ്ട് പെർക്ക്. ഓൻ ചോദിച്ചു, അബൂ താലിബേ, ഉപ്പാന്റെ ദീൻ മുട്ടിട്ട് പുതിയ ദീൻ സ്വീകരിക്കാണോ? അത് കേൾക്കുമ്പോ പിന്നെ മുണ്ടൂല. റസൂലുള്ളാഹി പറഞ്ഞു, മുത്താപ്പ ചെവി പറ, എന്റെ ചെവി പറ, ഞാൻ ആരടുത്തും പറയില്ല, ഞാൻ അല്ലാഹുവിന്റെ അടുത്ത് സാക്ഷി നിന്നു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ لولا الملامة أو حذار مسبة لوجدتني سمحا بذاك مبينا. മോനെ മുഹമ്മദേ, നീ പറയുന്നത് ഏറ്റവും നല്ല ദീനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലഖദ് അലിംതു, എനിക്കറിയാം. പക്ഷെ ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ കളിയാക്കും, ചീത്ത പറയും, ആക്ഷേപിക്കുമെന്നൊരു ഭയം എനിക്കുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ഞാനിത് പ്രഖ്യാപിച്ചേനെ മോനേന്ന് പറഞ്ഞു. മൂത്താപ്പ ആരും കേൾക്കൂലല്ലോ ഈ വർത്താനം. അല്ലാഹു ഇഷ്ടപ്പെട്ടു. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നിങ്ങൾക്ക് ഇഷ്ടാണ്, നിങ്ങളെ ഇഷ്ടാണ്, അതുകൊണ്ടൊന്നും ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അത് എന്റെ ഉത്തരവാദിത്വം, അതെന്റെ ജോലിയാണ്. വലാകിന്നല്ലാഹ, പക്ഷെ തീർച്ചയായും അല്ലാഹു യഹ്ദി, അവൻ നേർമാർഗത്തിലാക്കും. ആരെ? മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവന്. എന്റെ പ്രിയപ്പെട്ട എന്റെ മുമ്പിലുള്ള മുജാഹിദുകളെ, സെലക്ഷൻ കിട്ടിയ വക്താക്കളാണ് ഈ മയ്യശാഉന്റെ. അതിൽ പെട്ടതാ. എന്ത് ചെയ്തിട്ടാ പെട്ടത്? ഉടമസ്ഥന്റെ ഔദാര്യം കൊണ്ട് നന്ദിയോടെ വേണം ജീവിക്കാൻ. ഔദാര്യം കൊണ്ട് സെലക്ഷൻ കിട്ടിയത്, വേറൊന്നുമില്ല കൈമല്. എന്തെങ്കിൽ ഇതുകൊണ്ടാ കിട്ടിയത്, ഇങ്ങനെ കൊണ്ടാ കിട്ടിയത്, ഒന്നുകൊണ്ടുമല്ല. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും വലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അല്ലാഹ് നമ്മളോട് കാണിച്ച ഔദാര്യമാണിത്. മുത്താപ്പാക്ക് കൊടുക്കാത്തതാ തന്നിരിക്കുന്നത്. ഈ ഹിദായത്തിനെ മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ലാ ഇലാഹ എന്ന കലിമത്തിന്റെ ഫർള് പാലിച്ചിട്ടില്ല. പിന്നെന്ത് കലിമയാണ്? കലിമത്തിന്റെ രണ്ടാമത്തെ ഫർളാണ് ഇല്ലല്ലാഹ്, ഐ ഇസ്ബാത്തുൽ ഖാസ്. എല്ലാത്തിനെയും മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞ്
അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് എന്തിനും ഏതിനും എവിടെയും അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന പക്കാ മുസ്ലിം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. അതാണ് ഖുർആൻ കൊണ്ടുണ്ടാവേണ്ട ഒന്നാമത്തെ പദം. അതില്ലേ ഖുർആന്റെ ആളല്ല, ഓന് റമദാനില്ല, ഓന് നോമ്പില്ല, ഒന്നും ചെയ്തിട്ടില്ല. തൗഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ വരികയാണ്. ഒരു ചെറിയ സാമ്പിൾ സഹാബാക്കളുടെ എന്താണ് അവരുടെ തൗഹീദ് എന്ന് മനസ്സിലാവാൻ, എങ്ങനെയാ നമ്മൾ ആവേണ്ടതെന്ന് മനസ്സിലാവാൻ, എന്ത് പ്രശ്നം വന്നാലും ആരെയാ ഇടപെടിപ്പിക്കേണ്ടത്, എങ്ങനെയാ ഇടപെടിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാവാൻ. പിന്നെ അവിടെ ന്യായങ്ങളൊന്നുമില്ല, അവിടെ പിന്നെ ഈ ബുദ്ധിമുട്ട് ചിന്തിക്കലൊന്നുമില്ല. അവിടെ ഇയാൾ പറഞ്ഞു അങ്ങനത്തെ ഒന്നുമില്ല. ഖൗല വന്നു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഭർത്താവ് ഔസ് ബിൻ സാബിത്ത് എന്നെ വിഹാറിച്ചു. വിഹാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് തലാക്കെല്ലും പോലെ നീ എനിക്ക് എന്റെ ഉമ്മാനെ പോലെയാണ്, എനിക്ക് എന്റെ പെങ്ങളെ പോലെയാണെന്ന് പറയാ. പിന്നെ ഒരുമിച്ച് താമസിക്കൂല. എന്നാലോ വേറൊരാൾക്ക് വന്ന് കല്യാണം കഴിക്കാനും പറ്റൂല. യാ റസൂലല്ലാഹ്, ഔസ് ദേശക്കാരന്, എന്റെ നല്ല പ്രായമൊക്കെ കഴിഞ്ഞു, എന്റെ സൗന്ദര്യം എല്ലാം തീർന്നു, വയസ്സായി, അപ്പൊ ഇയാൾക്ക് എന്നെ വേണ്ടതായി, ഇപ്പൊ എന്റെ ഉമ്മാനപ്പനും പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുകയാണ്, എനിക്ക് ഒരുമിച്ച് ജീവിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഖൗല, നിയമമില്ല. വിഹാർ ചെയ്താൽ നിലവിലുള്ള നിയമപ്രകാരം രണ്ടും രണ്ടായി താമസിക്കണം. അപ്പൊ ഖൗല പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂപ്പർക്ക് വയസ്സായി, ദേശക്കാരനായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇപ്പൊ എന്റെ ഖിദ്മത്തിന്റെ ആവശ്യമുണ്ട്, എനിക്ക് കൂടെ നിൽക്കണം, എനിക്ക് മക്കളുണ്ട്, ഉപ്പയില്ലെങ്കിൽ മക്കൾക്ക് തർബിയത്ത് കിട്ടൂല, പട്ടിണിയായി പോവും, എന്താക്കും? റസൂലുള്ളാഹി പറഞ്ഞു, ഖൗല, അള്ളാന്റെ നിയമം ഇങ്ങനെയാണ്, രണ്ടാക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല, വിഹാർ ചെയ്താൽ വേറെ വേറെ ആയിക്കോണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വീട്ടിലാണ് സംഭവം. ഖൗല പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നാൽ നിയമമുണ്ടാക്കുന്ന അള്ളാനോട് ഞാൻ കാര്യം പറഞ്ഞു. ഇതാ കിട്ടുന്നത്. നിയമം ഉണ്ടാക്കുന്ന അള്ളാനോട് ഞാൻ എന്റെ വിഷയം പറഞ്ഞോളാം. ഒരു ഭാഗത്തേക്ക് മാറി 2 റക്അത്ത് നിസ്കരിച്ചു, കൈപൊക്കി അള്ളാനടുത്ത് പരാതി പറഞ്ഞു. മുസല്ലയിൽ നിന്ന് ഖൗല കയ്യും താഴ്ത്തി പുറത്തേക്ക് വരുന്നതിന് മുമ്പ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ആയിഷാന്റെ വീട്ടിലെത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുത്തു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ്. തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ എത്തണം ഞാനും നിങ്ങളും. അപ്പോഴാണ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ആ അഖ്വമിൽ നമ്മളാവുള്ളൂ. ഖദ് സമിഅ അല്ലാഹു, തീർച്ചയായും അല്ലാഹു പരിഗണിച്ചിരിക്കുന്നു, ഖൗലല്ലതി, ഒരു പെണ്ണിന്റെ അപേക്ഷ, തുജാദിലുക, അങ്ങയോട് തർക്കിച്ചു കൊണ്ടിരുന്ന പെണ്ണ്, ഫീ സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ. എന്നിട്ടോ നിയമം ഇങ്ങനെയാണ്, ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ നിയമം പറഞ്ഞപ്പോൾ വതശ്തകി ഇലല്ലാഹ്, ആടിയാത്തി അള്ളാഹുവിനോട് പരാതിപ്പെട്ടിരിക്കുന്നു. എന്ത് രസമുണ്ട് കേൾക്കാൻ. അതിന്റെ അടുക്ക നമ്മൾ മയ്യത്തിലെത്തി ചോദിക്കാൻ പറയുന്നത്, അതിന്റെ അടുക്ക ഇറങ്ങപ്പെട്ട അവനോട് വിളിച്ചാൽ മതി പറയുന്നത്. വതശ്തകി ഇലല്ലാഹ്, പരാതി അള്ളാഹിനോട്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ വർത്തമാനം അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്റെ അടിയാത്തി ഖൗല എന്നോട് പരാതിപ്പെട്ടതിനാൽ നബിയെ ഞാനിതാ നിയമം മാറ്റുകയാണ്. സൂറത്തുൽ മുജാദില അമലി തഫ്സീർ എന്ന് വായിക്കും. ഈ അവസ്ഥയിലെത്തണം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി. അവിടെ പിന്നെ എന്തുകൊണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാതിരുന്നത്? ഉണ്ടാക്കാൻ, ദർഗ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ജാറത്തിന്റെ ദർഗയുടെ ആളുകൾ ദീനുൽ ഇസ്ലാമിന്റെ മെമ്പർമാണെന്ന് പറയാൻ നമുക്ക് നാവ് സമ്മതിക്കുന്നില്ല. കാരണം എന്താ, ഒന്നുകൂടി പറയാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അള്ളാഹു വിളിച്ചത് കാഫിറുൻ. അദ്ദീന യുസ്റുൻ, പക്ഷെ അഖീദയിലില്ല. അദ്ദീന യുസ്റുൻ എന്നത് അഖീദയിലില്ല, അമലേ ഉള്ളൂ. ഫിഖ്ഹിൽ, അഖീദയിൽ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമി ഹിന്ദുക്കളായിരുന്നോ, നസാറാക്കളായിരുന്നോ, മജൂസികളായിരുന്നോ, നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നോ? കാനന്നാസു ഉമ്മത്തൻ വാഹിദ, 10 നൂറ്റാണ്ടായി പക്കാ മുവഹിദും മുഅ്മിനീങ്ങളും അല്ലേ നൂഹ് നബിന്റെ ആൾക്കാര്? വേറെ മതം അന്ന് ജനിച്ചിട്ടില്ല, വേറെ ഒരു സിദ്ധാന്തം അന്ന് ഇല്ല. ഉമ്മത്തൻ വാഹിദ. എന്നിട്ട് അവരെ അള്ളാഹു കാഫിർ എന്ന് വിളിച്ച്. എന്തുകൊണ്ടറിയോ? വദ്, സുവാ, യഊഖ്, യഊസ്, നസർ പോലെയുള്ള 5 മഹാന്മാരുടെ ജാറങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്. താരിഖ് ഒന്ന് വായിച്ചു. ജാറമുണ്ടാക്കിയത് കൊണ്ട്. എന്താ നൂഹ് നബി പറഞ്ഞറിയോ? റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദിയാറ. അല്ലാഹ്, ഈ മഹത്തുക്കളുടെ ജാറങ്ങൾ ഉണ്ടാക്കി നിന്നിലേക്ക് അടുക്കാനുള്ള ഇടയാളന്മാരാക്കി അവരോട് ചോദിക്കുന്ന, നിന്നെ വിട്ട് അവരോട് ചോദിക്കുന്ന ഈ കാഫിറുകളെ ഈ ദുനിയാവിൽ ബാക്കി വെക്കരുത് എന്ന് നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തപ്പം കാഫിർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? അന്ന് ഹിന്ദുക്കളില്ലല്ലോ അങ്ങനെ പറയാൻ, നസാറാക്കളും ഇല്ലല്ലോ, മജൂസികളും ഇല്ലല്ലോ. ഉള്ളത് ഖബർ പൂജകര്, ദർഗയുടെ ജാറത്തിന്റെ വക്താക്കള്. അവരെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ വിളിച്ചു. എന്ന് പറഞ്ഞാൽ ദർഗന്റെയും ജാറത്തിന്റെയും തുടക്കം ഹിന്ദു മതത്തിൽ നിന്നല്ല, ഇസ്ലാമിൽ നിന്ന. പോട്ടെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോന് മുങ്ങിച്ചാവാൻ പോവാൻ. ഖുർആനാണ്, നമ്മൾ ഉണ്ടാക്കി പറയുന്ന കഥയല്ല, ഖുർആനാണ്. യാ ബുനയ്യർകം മഅനാ, മോനെ കപ്പലിൽ കയറി, മോനെ രക്ഷപ്പെടാം. വലാ തകുൻ മഅൽ കാഫിരീൻ, മോനെ നീ കാഫിര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ആരെയാ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചു? ഏത് മതക്കാരനാണ് അവിടെ ഉള്ളത്? അന്ന് മതം ഉണ്ടായിട്ട, ഉണ്ടായത് ഈ മഹത്തുക്കളുടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തഫ്സീർ പറഞ്ഞു, സൂറത്ത് നൂഹിന്റെ അസ്മാഉ റിജാലിൻ സാലിഹീൻ, ഈ 5 സാലിഹീങ്ങളായ ചില ആൾക്കാരുടെ പേരുകളാ. അവരുടെ ജാറമുണ്ടാക്കി അള്ളാഹു കൊടുത്ത കരാറ് ലംഘിച്ചപ്പം നൂഹ് നബി പറഞ്ഞ വാക്കാണിത്, വലാ തകുൻ മഅൽ കാഫിരീൻ. എങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുന്നത്? ഇല്ല. പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളറിഞ്ഞവർക്ക് ഒന്നാമതായിട്ടുണ്ടാവേണ്ടത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, മുവഹിദായ അള്ളാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കുന്ന ഒരു പക്ക അടിമ. അള്ളാഹു എന്നെ നിങ്ങളെ എങ്ങനെ ആക്കട്ടെ. രണ്ടാമത്തെ എന്താ അറിയോ? അൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അങ്ങനെ അർപ്പിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ കൽപ്പന എന്ത് വന്നാലും അനുസരിച്ചു. അത് പിന്നെ ബുദ്ധിക്ക് കൊടുത്ത് ചിന്തിച്ചിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ, അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂലെ, അതൊന്നും മുസ്ലിമിന്റെ രീതിയല്ല. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമിഅ്നാ വഅതഅ്നാ. ലാഹിറൻ അർത്ഥം വെച്ചാൽ തന്നെ കാര്യം മനസ്സിലായില്ലേ? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വാക്ക് ഇപ്രകാരം മാത്രമായിരിക്കും. ഇന്നമാന്റെ അർത്ഥം മാത്രമല്ലേ, ഹസ്റല്ലേ? എന്ത്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും ഒരു ഹുക്ം പറയാനായി വിളിക്കപ്പെട്ടാൽ അയ്യഖൂലു, അവരിങ്ങനെയേ പറയൂ, സമിഅ്നാ, നമ്മൾ കേട്ടിരിക്കുന്നു, വഅതഅ്നാ, നമ്മൾ അനുസരിച്ചിരിക്കുന്നു. ഇതാണ് റിസർച്ച് ഒന്നുമില്ല. അവിടെ എന്റെ ബുദ്ധിയുള്ളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, എനിക്കൊന്ന് ഓക്കെ ആയിക്കോട്ടെ. ഇത് കലിമത്തിനെതിരാണ്, പരിശുദ്ധ ഖുർആനിനെതിരാണ്. അതുകൊണ്ടല്ലേ സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ അഹ്ലുസുന്ന വൽ ജമാഅന്റെ ഉസൂൽ പഠിപ്പിച്ച ഒന്നെന്താ അറിയോ? അവർ നഖലിനേക്കാൾ അഖലിനെ മുന്തിക്കുന്നവരായിരിക്കൂല. മുമ്പിൽ എന്തേ ഉണ്ടാവും? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോയി. അങ്ങനെ നിൽക്കാൻ കഴിയണം. അപ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ ഈമാൻ തസ്ദീഖാവുള്ളൂ. ഈമാന്റെ നിർവചനം എന്താ? ഒന്ന് തസ്ദീഖു ബിൽ ഖൽബ്. അബൂജഹൽ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നീ കേട്ടോ, നിന്റെ ചങ്ങാതി ഇന്നലെ രാത്രി മസ്ജിദുൽ അഖ്സായിൽ പോയത് ഒറ്റ രാത്രി കൊണ്ട്, അവിടെ നിന്ന് 7 ആകാശത്തിന്റെ അപ്പുറത്ത് പോയിട്ട് രാത്രി എന്നെ തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ അബൂബക്കറെ? എന്തൊരു വർത്താനാണ് ഇത്? ഇപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാർ, ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനേക്കാളും വലുത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആകാശത്ത് നിന്ന് വഹി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവെങ്കിൽ സത്യമാണ്. അന്നല്ലേ സിദ്ദീഖായത്? അതല്ലേ ഈമാൻ? അതല്ലേ തസ്ദീഖ്? ഞാൻ പറയാ, ഈ തടിയുള്ള മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളെ പൊട്ടെന്ന് വിളിക്കുമല്ലോ, നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങളുടെ മുമ്പിൽ.
പിന്നെ ഞാൻ വിശ്വസിക്കാനും തസ്ദീഖ് ചെയ്യാനും പറയേണ്ടപ്പോഴാ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സത്യം പറയുമ്പോൾ തസ്ദീഖ് ചെയ്യണം. ഉദാഹരണം പറയട്ടെ, ഇസ്മായിലിന് 7 വയസ്സായി, അല്ലെങ്കിൽ 11 വയസ്സായി. ഫലമ്മ ബലഗ മഅഹു സഅയ, അള്ളാഹുവിന്റെ ഓർഡർ ഉപ്പാനോട്, ഇബ്രാഹിമിനോടല്ല, ഉപ്പാനോട് നിന്റെ മോനെ പോയിട്ട് അറക്കണം. മക്കത്തേക്ക് പോയിട്ട് ഇസ്മായിലിനെ അറക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടു, മക്കത്തെത്തി. ബാപ്പാനെ കണ്ട ഇസ്മായിലിന്റെ സന്തോഷം അവർണ്ണനീയം, പറയാൻ കഴിയില്ല. അതൊക്കെ അനുഭവിച്ചവർക്ക് മനസ്സിലാവും. കൊല്ലങ്ങൾ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് നമ്മളെ പൊന്നുമോനും പൊന്നുമോളും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗമുണ്ടല്ലോ, ഇസ്മായിൽ അങ്ങനെ ആ രംഗം. ബാപ്പാനെ കണ്ടപ്പോ സ്നേഹം, വാത്സല്യം, മടി കയറുന്നു, മുതുകത്ത് കയറുന്നു, പാപ്പ മുത്തുന്നു, മണപ്പിക്കുന്നു. കുറെ കൊല്ലായി മോനെ കണ്ടിട്ട്. തമ്പിൻ്റെ ഉള്ളെന്ന് ബീവി ഹാജർ ഈ കാഴ്ച കണ്ടിട്ട് ആനന്ദക്കണ്ണീര് വീഴ്ത്താൻ സന്തോഷം. തമ്പിലെത്തിയിട്ട് പറഞ്ഞു, വാപ്പ ഹാജർ, എനിക്കും മോനും കൂടി ഒരു സ്ഥലം വരെ പോവാനുണ്ട്, മോനൊന്ന് കുടിപ്പിച്ച് റെഡിയാക്കി എല്ലാ സ്ഥലം പോകണം. ഉമ്മ എങ്ങോട്ടൊന്നും ചോദിച്ചൊന്നുമില്ല, ഉപ്പല്ലേ പോട്ടെ, നാട് കാണിക്കട്ടെ. വെള്ളത്തിൽ നല്ല സംസം വെള്ളത്തിൽ കുളിപ്പിച്ച് നല്ല വെള്ള തുണി ഉടുപ്പിച്ച് ഇബ്രാഹിമിന്റെ ഒപ്പരം ബാപ്പാന്റെ കയ്യും പിടിച്ച് പോകുമ്പം ബാപ്പ പറയാണ്, മോനെ എങ്ങോട്ടാ പോകുന്നറിയോ? എങ്ങോട്ടാ ഉപ്പ? ഒരു ബലികർമ്മം നടത്താൻ ഉപ്പാന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പോവാ. ആയിക്കോട്ടെ. സന്തോഷത്തില് ഓടിച്ചാടി നടക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മോള് അല്ലെങ്കിൽ മോന് 5 മണിക്ക് പിറക്കത്തുന്നതാ, 5:30 ആയിട്ടും വന്നില്ല. എന്തായിരിക്കും മാനസികാവസ്ഥ? 6 മണിയായിട്ട് കാണുന്നില്ല, മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, മോളെ കാണുന്നില്ല. മനസ്സി വിഭ്രാന്തമായില്ലേ? മാനസിക രോഗികളായില്ലേ നമ്മള്? ഉറക്കം വരുമോ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കൂലേ നമ്മള്? ഇതൊരു ഉപ്പല്ലേ? ഈ ഉപ്പയും വാത്സല്യമുള്ള ഒരു മനുഷ്യനല്ലേ? അതേ, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ ഒരു വാത്സല്യമില്ല, ഒരു സ്നേഹമില്ല, ഒരു ബന്ധമില്ല. അങ്ങനെ വേണം മുഅ്മിനായ അടിമ. പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും അങ്ങനെയാവണം. അൽ ഇൻഖിയാദു ലഹു ബിത്താഅ. മിനയിലെ ഏതോ ഒരു മലഞ്ചെരിവിലെത്തി. പാപ്പാന്റെ കയ്യും പൊട്ടിട്ട് മോനോടുകയാണ് ഇസ്മായിൽ. ഇബ്രാഹിം വിളിച്ചു, മോനെ ഇസ്മായിൽ എങ്ങോട്ടായി ഓടുന്നത്? പറഞ്ഞെന്താ അറിയോ? പാപ്പ അറക്കണ്ടേ, മൃഗം എവിടെ? ഞാൻ നോക്കിട്ട് പോവാണ്, മൃഗത്തെ കാണുന്നില്ലല്ലോ, എവിടെന്ന ഇറക്കുക? ഇബ്രാഹിം മുട്ടുകുത്തിയിരുന്നു. മോൻ അടുത്ത് വിളിച്ച് നെഞ്ചോട് ചേർത്തു. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നി അറാക ഫിൽ മനാമി അന്നി അസ്ബഹുക. നിന്നെയാ മോനെ ഉപ്പാക്ക് അറക്കേണ്ടത്, നിന്നെ അറുക്കാൻ ഉപ്പാന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. ഫൻദുർ മാസാ തറാ, പറ മോനെ നിന്റെ എന്താ? ഉപ്പാക്ക് വാത്സല്യമുണ്ട്. എന്റെ മോനെ കണ്ട് കൊതി തീർന്നിട്ടില്ല, മുത്തി മണപ്പിച്ചിട്ടില്ല, പൂതി തീർന്നിട്ടില്ല. എന്റെ എന്റെ മോൻ ജീവിച്ചു തുടങ്ങിയില്ല. പക്ഷെ എനിക്ക് അള്ളാന്റെ കൽപ്പന അനുസരിച്ചേ പറ്റൂ. ഫൻദുർ മാസാ തറാ. മോൻ തന്നെ പറ എന്താ? ആ മോന്റെ മറുപടി ഖുർആനിലുണ്ട്. അതെനിക്കും നിങ്ങൾക്കും ഈ ഉമ്മമാർക്കും വേണ്ടി അല്ലാഹു തന്നില്ല. യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. യാ അബതി, എന്റെ പൊന്നു ബാപ്പാ, ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ അങ്ങ് കൽപ്പിക്കപ്പെട്ടത് ചെയ്തു കൊള്ളുക. എന്നെ അറുക്കാനല്ലേ, അറുത്തുകൊള്ളുക. സതജിദുനി, നിങ്ങൾ എന്നെ കാണും, എന്നെ എത്തിക്കും. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ, മിനസ്സാബിരീൻ, ക്ഷമയുള്ളവരുടെ കൂടെ. ഞാൻ കുതറിയോടാൻ ശ്രമിക്കൂല, അറുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെക്കൂല. എനിക്കെന്റെ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ അനുസരിക്കലല്ലാതെ അടിമകൾക്ക് വേറെ വഴിയില്ലാന്ന്. ഏതാണ് ആ ഉമ്മാന്റെ അധ്യാപനം? അൽ ഉമ്മ മദ്റസത്തുൻ ഇദാ അഅദത്തഹാ. ഉമ്മയാ മക്കളെ ഏറ്റവും വലിയ മദ്രസ. ജോണി ജോണി യെസ് പപ്പ, ഈറ്റ് ഷുഗർ നോ പപ്പ എന്ന് 3-ാം ക്ലാസ്സുകാരൻ അല്ല, 3-ാം ക്ലാസ്സുകാരല്ല, 3-ാം വയസ്സുള്ളവൻ അല്ലെങ്കിൽ വയസ്സുള്ള മോൾ അടുക്കളയിൽ ഉമ്മ ചപ്പാത്തി വരുത്തിയ, അപ്പൊ അപ്പുറത്തുനിന്ന് മോള് സൈക്കിൾ ഇരുന്നിട്ട് പാടുന്ന കേൾക്കുമ്പോ ഉമ്മാക്ക് ഓ അൽഹംദുലില്ലാഹ്. ആ സ്കൂളിൽ വിട്ടപ്പോ എന്തെല്ലാം പറഞ്ഞു മാപ്പിളയും മാപ്പിളുടെ ഉമ്മയും. പഠിപ്പില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല. എത്ര കീറായിട്ട മദാമ പാടും പോലെയാ മോള് ജോണി ജോണി ഇപ്പൊ പാടുന്നത്. ആശ്വാസം. അപ്പോൾ തന്നെ മാപ്പിളിന്റെ ഗൾഫിലേക്ക് വാട്സപ്പിൽ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ മോള് പാടുന്ന കേൾപ്പിച്ചാലാ, ഇതാ കേട്ടോ നോക്കിയേ. മാപ്പിളക്ക് നല്ല റാഹത്തായി. 10,000 രൂപ ഫീസ് കൊടുത്താൽ എന്താ, മോള് ഇംഗ്ലീഷ് നല്ല ചൊവയിൽ പാടുന്നുണ്ട് അല്ലേ? ആ 3 വയസ്സുകാരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയോ? അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവുണ്ടോ?
പരിശുദ്ധ ഖുർആൻ എന്തിനു ചോദിച്ചാൽ അതിന്റെ ഉത്തരവുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ അടുക്കള കഥയായി പറയുന്നത്. +1 പഠിക്കുന്ന +2 പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥമറിയാതെ മുഖം താഴ്ത്തി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോവാ പ്രിയപ്പെട്ടവരെ. +1ഉം +2ഉം പഠിക്കുന്ന നമ്മളെ മക്കള് 16ഉം 17ഉം വയസ്സ് പ്രായമുള്ളവർക്ക് കലിമന്റെ അർത്ഥം അറിയില്ല. അതേസമയം ഇഷ്ടം പോലെ പഠിപ്പിക്കുന്നുണ്ട്. ഹാജറിനെ നോക്കിയിട്ട് പഠിക്ക്. ആ മോൻ പറഞ്ഞെന്താ അറിയോ? ഉപ്പ എനിക്ക് 3 ഷർത്തുണ്ട്. ഇതിനൊക്കെ എഴുതി, എനിക്ക് 3 ഷർത്തുണ്ട്. എന്താ മോനെ പറ? 1, എന്റെ കയ്യും കാലും കെട്ടണം, ഇല്ലെങ്കിൽ ഞാൻ പടക്കും. പടച്ചിൽ കാണുമ്പോ ഉപ്പാന്റെ വാത്സല്യം പുറത്തു വരും. അനുസരണക്കേട് സംഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മായിൽ പറഞ്ഞു ഉപ്പാനോട്, എന്നെ എന്റെ മുഖത്തിന്റെ മേൽ കമിഴ്ത്തിക്കിടക്കണം. എന്റെ മുഖം ഉപ്പ നോക്കരുത്. എന്റെ കണ്ണിന്ന് ചോര വരും, മൂക്കിന്ന് ചോര വരും, വായിന്ന് നാവ് പുറത്തേക്ക് വരും, ശബ്ദം ഉണ്ടാക്കും. അറുക്കാൻ പോവല്ലേ? ഉപ്പാക്ക് ചിലപ്പോ വാത്സല്യം വന്നാൽ അനുസരിക്കാൻ പറ്റൂല. ഒരു രൂപത്തിൽ ഇങ്ങനെയും കൂടിയുണ്ട്, ഉപ്പ എന്റെ കുപ്പായ മൂരണം, ചോരയാക്കരുത്. എന്നിട്ട് എന്റെ മയ്യത്ത് കഴുകിയിട്ട് അതിൽ കഫം പുതിഞ്ഞ് എന്നെ കവടക്കം ചെയ്യും. 7 വയസ്സുകാരൻ ഉപ്പാക്ക് റബ്ബിന്റെ കൽപ്പന അനുസരിക്കാനുള്ള ഉപദേശം അങ്ങോട്ട് കൊടുക്കുക. 7 വയസ്സ്. എവിടെയുണ്ട് സമുദായമേ നമ്മളെ മക്കള്, നമ്മളെ യുവാക്കള്? പാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, ഞാൻ നിന്നെ കെട്ടിയിടാം, നിന്നെ കമ്മിറ്റി കിടത്തിയിട്ട് എന്റെ കുപ്പായ ഒരു വെച്ചോളാം, നീ വിഷമിക്കണ്ട, നിന്നെ അറക്കാൻ പോവാണ് പാപ്പ. ആയി പാപ്പ കിടത്തി. ഇടത്തെ കാടിന്റെ മുട്ടുകൊണ്ട് ഇസ്മായിലിന്റെ മുതുകറ്റ് കുത്തിപ്പിടിച്ചു, അനങ്ങാതിരിക്കാൻ. ഇടത്തെ കൈ കൊണ്ട് നെറ്റിയിൽ കത്തി വെച്ചിട്ട് ആ മൃദലമായ കഴുത്തിൽ പിടിച്ചിട്ട് വലിച്ചു. മുറിയുന്നില്ല. ഇബ്രാഹിം ആഞ്ഞു വലിച്ചു, മുറിയുന്നില്ല. അടുത്ത് കണ്ട പാറയ്ക്ക് കത്തി ഉരച്ച് മൂർച്ച കൂട്ടി വലിച്ചു, കഴുത്ത് മുറിയുന്നില്ല. ദേഷ്യം വന്ന ഇബ്രാഹിം ആ കത്തി കൊണ്ട് പാറക്കല്ലിൽ ആഞ്ഞു കുത്തി, അത് വിണ്ടു കീറി. അത്ര വിഷമായി, അനുസരിക്കാൻ പറ്റാത്തതിൽ ആഞ്ഞാഞ്ഞു വലിച്ചുകൊണ്ടിരിക്കവേ ബാക്കുന്നൊരു വിളി, യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ. ഇബ്രാഹിമേ മാറിങ്ങോട്ട്, അർക്കൊന്നും വേണ്ട, നീ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. നിന്റെ റബ്ബ് നോക്കി എന്താണെന്നറിയോ? ഇസ്മായിൽ എന്ന പൊന്നുമോനോടുള്ള സ്നേഹവും വാത്സല്യവും അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരി കാണിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുമോ, അതല്ല നീ കൊടുത്ത ഇസ്തിസ്ലാം അനുസരിച്ച് തെളിയിക്കുമോ എന്ന് നോക്കാനാണ് വിജയിച്ചിരിക്കുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് ഭയങ്കര പരീക്ഷയായിരുന്നു ഇബ്രാഹിമേ, പക്ഷെ നീ ജയിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഈ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ ഫോളോ ചെയ്തു. ഖുർആൻ ഉണ്ടാക്കേണ്ട മാറ്റത്തെ പറ്റിയാണ് പറഞ്ഞത്. എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും? അതെ, പൂർണ്ണ തൗഹീദോടെ അള്ളാന്റെ മുമ്പിൽ ഇസ്തിസ്ലാം ചെയ്ത് അവനെ അനുസരിച്ച് അവൻ നിരോധിച്ച കാര്യം ഒഴിവാക്കി കൃത്യതയുള്ള ഇസ്ലാമിസ്റ്റായി ജീവിക്കാൻ അതിനകത്ത് ഇഷ്ടപ്പെടുക. പള്ളി മിനാരത്തിൽ നിന്ന് രാവിലെ ബാങ്ക് കേൾക്കുന്നു, ഹയ്യ അലൽ സ്വലാഹ്, നിസ്കരിക്കാൻ വേണ്ടി വാ. ഹയ്യ അലൽ ഫലാഹ്, ഇവിടെയാണ് വിജയം, ഇവിടത്തേക്ക് വാ. നിനക്കെല്ലാം തന്ന നിന്റെ റബ്ബിദാ നിന്നെ വിളിക്കുകയാണ്. ഇനി ഉറങ്ങല്ല, ഇനി ശരീരത്തെ രസിപ്പിക്കല്ല, ഇനി അല്ലാഹുവിനെ അനുസരിച്ച് റൂഹിന് രസം കൊടുക്ക്. അള്ളാന്റെ വിളിയാളം വിളിച്ചു, പക്ഷെ കഴിയുന്നില്ല, ശരീരം പൊങ്ങുന്നില്ല. സമയം പിന്നെയും കടന്നുപോയി. 7 മണിക്ക് നല്ല ഉന്മേഷവാനായിട്ട് എഴുന്നേറ്റ് വന്നു. അതിനർത്ഥം ഇവിടെ സംതിങ് റോങ്. വാരിയലിന്റെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് കഴുകണം. പ്രിയപ്പെട്ടവരെ, സഹാബാക്കൾ അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഞാൻ എപ്പോഴും എന്നെ വല്ലാണ്ട് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സംഭവം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി മദീന പള്ളിയിൽ, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസൻ. ആരുണ്ട് അള്ളാഹുവിന് കടം കൊടുക്കാൻ? അള്ളാഹു കടം ആവശ്യപ്പെടുന്നുണ്ട്. ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ, തിരിച്ച് മടക്കായിട്ട് അള്ളാഹു ലാഭം തരും. ബഹുമാനപ്പെട്ട അബൂ ദഹ്ദാഹ റളിയല്ലാഹു അൻഹു പള്ളിയിലില്ല, പുറത്താണുള്ളത്. ഏതോ ചങ്ങായി പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓടി വന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് കടം ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു എന്ന് പറഞ്ഞാലുണ്ടല്ലോ,
എവിടെയോ ഉള്ള ഏതോ ക്രൂരനായ അടിക്കാനും മുടിക്കാനും കത്തിക്കാനും നിൽക്കുന്ന ആളല്ല. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ബിൽ വരീദ്. എന്റെ സ്വന്തം ആളാ എന്റെ റബ്ബ്. എന്നെ സൃഷ്ടിച്ചോൻ, എന്റെ ഉള്ളും പൊള്ളും എല്ലാം അറിയുന്നവൻ, ഇരുട്ടും വെളിച്ചവും രഹസ്യം പരസ്യവും എല്ലാം കണ്ടും കേട്ടും എഴുതി വെച്ചും മോളും തന്നെ നിരീക്ഷിക്കുന്നവൻ. എനിക്കൊന്നും ഒളിപ്പിക്കാനൊന്നുമില്ല. എനിക്ക് ഇത്ര അടുപ്പമുള്ളവൻ. അങ്ങനെ കാണണം. എന്നാണ് സ്നേഹത്തോടെ കാണണം, പേടിച്ചിട്ടല്ല, സ്നേഹത്തോടെ കാണണം. മഹബത്തിന് വരുന്ന ഒരു ഹൗഫുണ്ട്, അതാ അള്ളാഹിനോട് ആവശ്യമുള്ളത്. അല്ലാണ്ട് എന്നെ ഇങ്ങനെ കത്തിക്കും അടിക്കും പിടിക്കും അപ്പേടിയല്ല. ആ പേടിയിൽ ചെയ്യുന്ന ഇബാദത്തും മുഹബത്തിൽ ഉണ്ടാവുന്ന ആദരവിൽ ചെയ്യുന്ന ഇബാദത്തും രണ്ടും രണ്ടാണ്. എന്താ ഇബാദത്തിന്റെ നിർവചനം ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്? അത്തദല്ലുലു ലില്ലാഹി അസ്സ വജല്ല മുഹബ്ബതൻ വതഅദീമൻ ബിഫിഅലി അവാമിരിഹി വജ്തിനാബി നവാഹി. അള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും ആദരവോടെയും അവന്റെ കൽപ്പന അനുസരിച്ചും നിരോധനങ്ങളെ പാലിച്ചും ജീവിക്കും. അതാണ് ഇബാദത്ത്, മുഹബ്ബ. അബൂദഹദ ഓടി വന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹു കടം ചോദിക്കുന്നുണ്ടോ? അതേ അബൂദഹദ, അള്ളാഹു കടം ചോദിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, എന്റെ 400 ഈത്തപ്പഴ മരങ്ങളുള്ള തോട്ട് ഞാനിതാ അള്ളാഹുവിന് കടം കൊടുക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക റിബ്ഹുൻ അദീം. അബൂദഹദ, വമ്പിച്ച ലാഭമുള്ള കച്ചവടമാണ് ചെയ്തത്. അദ്ദേഹം നിന്നില്ല, ഓടി ആ തോട്ടത്തിലേക്ക്. അവിടെയാണ് ഭാര്യയും മക്കളും താമസം. തോട്ടത്തിന്റെ പുറത്തുനിന്ന് വിളിക്കുന്നു, യാ ഉമ്മദ്ദഹ്ദാഹ്, ഭാര്യയെ എത്രയും പെട്ടെന്ന് മക്കളെയും കൂട്ടി പാത്രങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് വന്നോടി. ഞാൻ ഈ തോട്ടം അള്ളാഹുവിനെ കടം കൊടുത്തിരിക്കുന്നു, അവൻ അതിനേക്കാളും ഇരട്ടി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ ഉള്ളുന്ന ഭാര്യ, ഓഹോഹോ, ഭയങ്കര കച്ചവടമാണ്. ഇതാ വരുന്നു, പോല്ല, ഞാനിതാ വരുന്നു, മക്കളെയും കൂട്ടി പാത്രം എടുത്തിട്ട് പോയി. മുമ്പിലെന്താ? അള്ളാഹു ആല. പക്ഷേ അവർ ഈമാനുള്ളവരാണ്, അവര് പക്ക മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഖുർആനിന് അവന് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന് അടുത്തറിയണം, ഓതി പഠിക്കണം, അർത്ഥം പഠിക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ദീനുൽ ഇസ്ലാമിന്റെ കറകളന്ന അകക്കാമ്പിനെ സ്വന്തത്തിന്റെ ഉള്ളിലേക്ക് കയറ്റണം. പക്ക മുസ്ലിമായി ഇന്നോ നാളെയോ ഞാനും നിങ്ങളും മരിക്കുന്നില്ല. നമുക്കൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോൾ ചോദിക്കും ക്ലാസ്സിൽ പോകുമ്പോ, എടാ മലക്കുൽ മൗത്ത് എവിടെയാണുള്ളതെന്ന് അറിയോ? എല്ലാവരും ആകാശത്തിൽ അല്ലെങ്കിൽ എവിടെയാ അറിയില്ല, എവിടെയാണുള്ളത്? മലക്കല്ലേ. ഉസ്താദ് പറയും, ഓൺ ഡ്യൂട്ടിയിലാണുള്ളത്. ലോകത്തിന്റെ ഏതോ മൂലക്കുന്ന് ആരെല്ലോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ കൊണ്ടുപോയിട്ട് വന്ന് അവസാനം നമ്മളത്തേക്കുള്ള വഴിയിലുണ്ട് മലക്കുൽ മൗത്ത്. ഇന്നോ നാളെയോ വരും. കുല്ലുബിനി ഉൻസ വഇൻ ഖാലത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ദാ മഹ്മൂദ്. എല്ലാ പെണ്ണ് പ്രസവിച്ച മോനും, പെണ്ണ് പ്രസവിക്കാണ്ട് ഒറ്റതാണ് ദുനിയാവിൽ വന്നിട്ടുള്ളൂ, ആദം നബി മാത്രം. പിന്നെ ഹവ്വാഉ, ബാക്കി എല്ലാത്തിനെയും ഉമ്മ പ്രസവിച്ചതാണ്. അങ്ങനെ ഓരോരുത്തരും വഇൻ ഖാലത് സലാമതുഹു, അവന്റെ സുഖ സൗകര്യങ്ങളും ആരോഗ്യവും എന്തും എത്രയുണ്ടെങ്കിലും യൗമൻ, ഒരു ദിവസം വരാനുണ്ട്, അല ആലത്തിൻ ഹദ്ദാ മഹ്മൂദ്, കാടില്ലാത്ത പറ്റിൽ അവൻ വഹിക്കപ്പെടും. ഞാനും കാത്തിരിക്കണം, നിങ്ങളും കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ വരാൻ പോവാൻ. 2026 റമദാനില് നമുക്കൊരു പങ്കുണ്ടോ ഇല്ലെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതുകൊണ്ട് ആ സലഫുകൾ ദുആ ചെയ്ത് ആഫിയത്തോടെ റമദാനിൽ എത്തിച്ചേരാൻ കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. ആ ഓർമ്മപ്പെടും വേണം. ഏത് സമയത്തും പോകാം. പക്ഷെ കൊണ്ടുപോകുന്ന ബോക്സ് നിറച്ചു വെച്ചിട്ടില്ല. പെട്ടിയുണ്ട് കയ്യിൽ, കണ്ണുകൊണ്ട് കാണൂല, തൊട്ടാ അറിയൂല, അങ്ങനത്തെ ഒരു പെട്ടി. അവസാനം ഇവിടുന്ന് പോകുമ്പോൾ ആ 3 തുണിന്റെ ഉള്ളിൽ ആ ബോക്സ് ഉണ്ടാവും. അതിൽ നിറച്ചു നന്മകൾ വേണം, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടും. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഒരു മോൻ ഗൾഫിൽ നിന്ന് വരിക 3 കൊല്ലം കഴിഞ്ഞിട്ട്. മാതാപിതാക്കളും ഭാര്യയും മക്കളും ഒക്കെ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇവൻ വരുന്ന ഉന്തുവണ്ടിയിൽ വലിയ വലിയ പൊട്ടി, കൈമല് 2 ബാഗ്, ബാക്കിൽ ബാക്ക് പാക്ക് ഉണ്ട്, തോളത്ത് ബാഗ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉമ്മാക്ക് സന്തോഷം, ഉപ്പാക്ക് സന്തോഷം, ഭാര്യയ്ക്ക് ഭയങ്കര ഉത്സാഹം, മക്കൾക്ക് ഭയങ്കര സന്തോഷം. മോൻ അവിടെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കി എന്തെല്ലോ കൊണ്ടുവരുന്നുണ്ട്. ശരിയാണ്, സ്വാഭാവികം. ആ ഇഷ്ടം സ്നേഹമൊക്കെ ഉണ്ടാവും. അപ്പുറത്തുനിന്ന് വേറെ വ്യക്തി വരുന്നത് പാസ്പോർട്ടിന്റെ ബാഗ് ഇങ്ങനെ തോളത്ത് വെച്ച് മൊട്ടയിൽ അടിച്ച് തലയും താറ്റി കവറും പിടിച്ചിട്ട് വരിക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഉദാഹരണം പറയാൻ, കൂട്ടാൻ പോയവർക്ക് സങ്കടം, അവനും സങ്കടം, എല്ലാവരും തലയും താറ്റി. ഈ രണ്ടവസ്ഥയുണ്ടാവും ആഖിറത്തിൽ മഹ്ശറിൽ, അള്ളാഹിന്റെ കോടതിയിൽ. ചില ആളുകൾ ഉണ്ടാവും നിറച്ചു നന്മകൾ ഉണ്ടാവും. മലക്കുകൾ അവരെ സമീപിക്കും, അവരെ സ്വീകരിക്കും. തൂബാലക്കും തൂബാലക്കും, മംഗളാശംസകൾ.
ഇത്തിരി പോന്ന ജീവിതം ഇവിടത്തേക്ക് വേണ്ടിയുള്ളതാണ് എന്ന ബോധമുണ്ട് നിനക്ക്. നീ അധ്വാനിച്ചു, നീ കഷ്ടപ്പെട്ടു. നീ കഷ്ടപ്പെട്ടതിന്റെ മുഴുവൻ വേദനയും മറക്കുന്ന സന്തോഷം നിനക്ക് കിട്ടിയിരിക്കുകയാണ്. തൂബാലക്കും, മംഗളാശംസകൾ. ഇതാ അടയാ പോണ്ടത്, പോയിക്കോടി, ആ വഴിക്കങ്ങ് പോയിക്കോടി. ഓരോരുത്തരും വരും വെട്ടുകാലികൾ. അള്ളാഹു കാത്തുരക്ഷിക്കും. അടിച്ചു പൊളിച്ച് ജീവിച്ചു, ഒരു ബോധവുമില്ല. ആരല്ലോ പറയും പോലെ ഖുർആൻ ഒന്ന് പറയുന്നു, റസൂലുള്ളാഹി മറ്റൊന്ന് പറയുന്നു, ദീനൊന്ന് പറയുന്നു, ഓനോന്റെ ഇഷ്ടത്തിന് പോയി. അവസാനം പോകുമ്പോ പെട്ടികാലി. മലക്കളെ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അലം യഅതികും നദീർ. എല്ല മോനെ, ആരും നിനക്കൊന്നും പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലും വേണ്ടേ? സ്വർഗത്ത് പോണ്ടേ? സ്വർഗം വാങ്ങാൻ എന്തെങ്കിലും പൈസ കൊടുക്കണ്ടേ? ഒന്നുമില്ലേ? അലം യഅതികും നദീർ. ഖാലു, അവര് പറയും ബല. ക്ലാസ്, പ്രസംഗം, ഖുതുബ, ദർസ്, ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസ് ഒക്കെ ഉണ്ടായതാണ്. ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ. നമ്മള് വല്ല ഗൗരവം കൊടുത്തില്ല. അത് മാനസ്സലല്ലാഹു മിൻ ഷൈഅ. അങ്ങനത്തെ ഒരു ദീനൊന്നും ഇല്ലപ്പാ. ഇതെന്താ ഇങ്ങനെ 21 നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഒരു ദീൻ? മാനസ്സലല്ലാഹു മിൻ ഷൈഅ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നമുക്ക് പറഞ്ഞെന്ന ആൾക്കാരെ നമ്മൾ പിഴച്ചവരാക്കി തന്നെ തള്ളി. വഖാലു, അല്ലാഹു പറയാൻ, അവര് പറയും, ലൗ കുന്നാ നസ്മഅ ഔ നഅ. അന്ന് കേട്ടിരുന്നെങ്കിൽ, അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഈ നരകവാസികൾ നമ്മൾ പൊറുതായിരുന്നല്ലോ. അല്ലാഹു പറയാൻ, ഫഅതറഫു ബിദംബിഹിം. ഇവിടെ വന്നിട്ട് അവൻ തെറ്റുകൾ സമ്മതിക്കാൻ. അത് അവിടെ ഓർത്തില്ലെങ്കിലും ഇവിടെ വന്നിട്ട് എടുത്തു പറയാൻ, ദൂരത്തേക്ക് പോ, ഒന്നുമില്ല, ഇങ്ങോട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്ന പോലെ ഇനി ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കിട്ടിയ അവസരത്തിൽ ആഖിറത്തിന്റെ ബോധത്തോടെ പരിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് അത് വെട്ടിക്കാണിച്ച സിറാത്തുൽ മുസ്തഖീമിൽ സബറോടുകൂടി മുന്നോട്ട് പോയാൽ വിജയമുണ്ട്. ഇല്ലേ, ആഖിറം നഷ്ടമാണ്. അങ്ങനെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. പരാജയത്തിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. ദുനിയാവും ആഖിറവും സ്വസ്ഥമായ, സന്തോഷമായ, ആശ്വാസമുള്ള ജീവിതം നസീബാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാഹ്. ഇനി ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു നന്ദി പറയാൻ പറ്റും. അംശം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സംസ്കരണത്തിലെ ദിവ്യ വെളിച്ചം എന്ന ടൈറ്റിൽ KNM വേങ്ങര മണ്ഡലം സംഘടിപ്പിച്ച ഈ ഖുർആൻ സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ ഇവിടെ സമാപിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മൾ ബഹുമാന്യനായ കേരള നദത്തുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മടവൂർ സാഹിബ് അവർകൾക്കും, അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ സലാഹുദ്ദീൻ ഷുവൈലി അവർകൾക്കും, അതുപോലെ ഇതിന് ആശംസകൾ അർപ്പിച്ച UK നസീം സാഹിബ് അവർകൾക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.